അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പ്രിയ സുരേന്ദ്രൻ അവറുകളാണ്. തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഒരു തീവ്ര RSS പ്രവർത്തകനും ചിന്താഗതിക്കാരനും, ഏതൊരു വ്യക്തിയെ കണ്ടാലും അവരെ RSSലേക്ക് ചേർക്കുവാൻ താല്പര്യം കാണിച്ചുകൊണ്ട് അതിനുവേണ്ടി മുൻനിരയിൽ നിന്നതുമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇടപെട്ടപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യേശു മാത്രമാണോ ദൈവം എന്നുള്ള ഒരു ചിന്ത വരികയും ആ യേശുവിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി താല്പര്യം കാണിക്കുകയും ചെയ്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നോട് ഇടപെടുവാനിടയായി തീർന്ന ദർശനങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെ, ശബ്ദത്തിലൂടെ തന്നോട് ഇടപെട്ടതായ ഒരുപാട് അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് ഇത് വേറിട്ടൊരു അനുഭവമായിരിക്കും. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവരും കാണുകയും കേൾക്കുകയും ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥന നടന്നു വരുന്നു. സാക്ഷ്യം പറയുന്ന പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു. നിങ്ങളെയും അതിനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുരേന്ദ്രൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സുരേന്ദ്രൻ KG ആണ്. എൻ്റെ പിതാവിൻ്റെ പേര് ഗംഗാധര പണിക്കർ ആണ്. എൻ്റെ അമ്മയുടെ പേര് സരോജിനിയാണ്. ഞങ്ങൾ 5 സഹോദരന്മാരുണ്ട്. അതിൽ ഞാൻ ഏറ്റവും ഇളയാളാണ്. ഞങ്ങൾ 4 ആണുങ്ങളും 1 പെങ്ങളുമുണ്ട്. പെങ്ങള് ഇടയ്ക്കുള്ളതാണ്. 2 ചേട്ടന്മാർക്ക് ശേഷം 1 പെങ്ങളും, അതിനുശേഷം എൻ്റെ നേരെ ചേട്ടൻ, പിന്നെ ഞാൻ ആണ് ഞങ്ങളെ കുടുംബത്തിലുള്ളത്. ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ല. ഇതിൽ ഇടയ്ക്കുള്ള 2 ചേട്ടന്മാരും അടുത്ത സമയങ്ങളിലായിട്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. ഇപ്പോൾ ഉള്ള 2 സഹോദരൻ, അതായത് പെങ്ങളും ഏറ്റവും മൂത്ത ചേട്ടനും ഉണ്ട്. ഇവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം രക്ഷിക്കപ്പെട്ടു. അതിൽ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ മരുമകൻ ആദ്യം രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം മോളും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അവര് AG ചർച്ചിൽ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുടുംബം ഞങ്ങൾ ഇത്രയും പേരാണ്. പിന്നെ ശേഷം ഞാനിപ്പോൾ എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ എങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടി എന്നുള്ളത് ആദ്യം എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരന്മാരോട് സാക്ഷ്യത്തെ പങ്കുവയ്ക്കുവാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പറയപ്പെട്ടതുപോലെ തന്നെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഞാനൊരു ഓർത്തഡോക്സ് ഹിന്ദു കുടുംബത്തിലാണ്. ചെറുപ്പത്തിലേ ഞങ്ങൾ എല്ലാവരും നല്ല ഒരു ഞങ്ങളെ വിശ്വാസപ്രകാരമുള്ള ഹൈന്ദവ രീതിയിൽ തന്നെ ഞങ്ങൾ ദൈവാരാധനയിൽ, പൂജകളിൽ, മറ്റു കർമ്മങ്ങളിലെല്ലാം പങ്കെടുത്ത് സജീവമായിരുന്നു. എൻ്റെ കുടുംബത്തിലെ എൻ്റെ ബാല്യകാലത്തിലെ എൻ്റെ മാതാപിതാക്കള്, എൻ്റെ സഹോദരങ്ങളെല്ലാം പൊതുവെ രാഷ്ട്രീയമായിട്ട് അങ്ങനെ വളരെ ബന്ധമുള്ളവരല്ല, എങ്കിലും ഒരു ഇടത് ചിന്താഗതി ഉള്ളവരാണ്. തമിഴ്നാട്ടിൽ ഉള്ള രാഷ്ട്രീയ പാർട്ടി, ഇടത് പക്ഷമുള്ള ഇവിടെയുള്ള ലോക്കൽ തമിഴ്നാട് DMK പോലുള്ള പാർട്ടിയുണ്ട്. അങ്ങനെ അതിനോടുള്ള ചില അനുഭവം മാത്രമേ ഉള്ളൂ. വലിയ ആക്റ്റീവ് വർക്കൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാനും ചെറുപ്പം മുതൽ, അതിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഞാൻ വരികയാണെങ്കിൽ, ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ അമ്മയോടൊപ്പം ഞങ്ങൾ മന്ദിരത്തിൽ, ക്ഷേത്രങ്ങളിൽ പോയി വളരെ ആക്റ്റീവായി, വളരെ ഭക്തിയോടുകൂടി ജീവിച്ചു വന്നവരാണ്.
അപ്പം ഞാൻ എൻ്റെ സ്കൂള് തലം മുതൽ തന്നെ നല്ലൊരു ഭക്തി എന്നുള്ളത് മാത്രമാണ്. ഭക്തിയിലും ദൈവ ഭയം, ആ ക്ഷേത്രങ്ങളിൽ പോവുക വരിക എന്നുള്ള രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് എനിക്ക് ഹാർട്ട് ബീറ്റ് ഇച്ചിരി അധികമായി കൂടിക്കൊണ്ടുവന്നു. പിന്നെ ഇടയ്ക്ക് ക്ഷീണം ഉണ്ടാകുക, വീഴുക, പിന്നെ അതുപോലെ തന്നെ ഡൈജഷൻ പ്രോബ്ലവും, പ്രത്യേകിച്ച് ഈ രണ്ട് പ്രശ്നങ്ങൾ വളരെ സിവിയറായി അനുഭവപ്പെട്ടു. അടുത്തുള്ള നല്ല ഹോസ്പിറ്റലുകളിൽ ആദ്യം പോയി പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ചതിൽ മറ്റ് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ ഡൈജഷന് ഈ പ്രശ്നമുണ്ട്, എന്തെങ്കിലും കഴിച്ചാൽ ലൂസ് മോഷൻ ആവുക അല്ലെങ്കിൽ വൊമിറ്റിംഗ് ചെയ്യുക, അത് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി വരുന്ന സമയങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം അതിനെ സംബന്ധിച്ച് പിന്നെ നല്ല നല്ല ഹോസ്പിറ്റലിലൊക്കെ പോയി പിന്നെ എല്ലാ പരിശോധനകളും ഒക്കെ നടത്തിയിട്ടും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അതിന് ശേഷമാണ് എൻ്റെ സഹോദരൻ പിന്നെ ഒരു 6 മാസത്തിന് ശേഷം, പ്രത്യേകിച്ച് കണ്ടിന്യൂസ് ആയിട്ട് 2-3 മാസം ഹോസ്പിറ്റലിലാവും സ്കൂളിലുള്ള സമയം തന്നെ. പിന്നീട് 10ാം ക്ലാസ്സിൽ വന്നപ്പോഴും ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിൽ വരുമ്പോഴും ഈ പ്രശ്നം വളരെയധികമായി. പിന്നെ ഹോസ്പിറ്റലിൽ 1 മാസം 2 മാസം ഇങ്ങനെയൊക്കെ അഡ്മിറ്റ് ആവും. നല്ല നല്ല ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. പക്ഷേ ഈ യൂറിനിൽ ചെറിയ പ്രശ്നം ഉണ്ട് എന്നുള്ളതല്ലാതെ അത് ചില മണ്ണിൻ്റെ അംശമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അല്ലാതെ എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പോയി. ഇത് വളരെ അധികമായിട്ടുള്ള മരുന്നും വളരെ ചിലവേറിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ മെഡിക്കൽ കോളേജ്, അതേപോലെ പല പല ഹോസ്പിറ്റലുകളിലും, ഒരു ഹോസ്പിറ്റലിൽ അത് ശരിയായില്ലെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇങ്ങനെ വളരെ റെക്കമെൻഡേഷൻ ചെയ്ത നിലയിൽ മെഡിക്കൽ കോളേജിൽ മന്ത്രിമാർ ഇടപെട്ട്, ബന്ധുക്കളും എല്ലാവരും ഇടപെട്ടു. അപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഞാൻ എന്നിട്ട് എക്സാമിനേഷൻ എഴുതി. അതിനുശേഷം വീണ്ടും ഞാൻ PDCക്ക് പോകുന്ന സമയത്ത് വീണ്ടും ഈ പ്രശ്നം ഇങ്ങനെയായി. ആ പ്രശ്നം ലാസ്റ്റ് PDCയിൽ പഠിക്കുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സിവിയറായി തന്നെ പെയിൻ വരാൻ തുടങ്ങി. അതുപോലെ വയറ്റിനും രണ്ടും ഒരുമിച്ച് തന്നെ ഏകദേശം അടുത്തടുത്ത് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് അധികമായി കൂടുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നവർക്ക് പോലും ഈ ഹാർട്ട് ബീറ്റ് കേൾക്കാമെന്നുള്ള നിലയിൽ മാറിക്കൊണ്ടിരുന്നു. അത്ര ഭയങ്കരമാണ്. എന്നാൽ SUT, ഉത്രാടം ഹോസ്പിറ്റൽ, അതേപോലെ തിരുനാൾ മെഡിക്കൽ കോളേജ്, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, ഇങ്ങനെ മാറി മാറിയായിട്ട് 6 മാസം കണ്ടിന്യൂസ് ഹോസ്പിറ്റലിലായി. അപ്പോൾ പിന്നെ പഠിത്തം എല്ലാം പോയി. അവസാനം വെല്ലൂരിലേക്ക് പോകണം എന്നുള്ള നിലയിൽ ആണ് ബന്ധുക്കളും പിന്നെ അതിനുള്ള കാര്യങ്ങളെ ക്രമീകരിച്ചു. പക്ഷേ ഞാൻ ഈ ചെറുപ്പം മുതൽ RSSൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു, വളരെ ആക്റ്റീവായിരുന്നു. അപ്പം കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് അവിടെ ഞങ്ങൾ ഈ RSSൻ്റെ പ്രവർത്തനം, ഞങ്ങളുടെ തമിഴ്നാട് മേഖല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കമ്മ്യൂണിസ്റ്റിൻ്റെ കോട്ട പോലെയുള്ള, കേരളത്തിൽ നമ്മൾ പാർട്ടി ഗ്രാമം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അനുഭവമാണ്. പക്ഷെ ആ മേഖലകളിൽ എന്നെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം, അത് ശാഖാ പ്രവർത്തനമാണ്. RSSൻ്റെ ശാഖാ പ്രവർത്തനത്തിന് എന്നെ ഏൽപ്പിക്കപ്പെട്ടു. അത് ഞങ്ങളുടെ പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഇതിനിടയിൽ കേരളത്തിൻ്റെ ശാഖയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. പിന്നെ തമിഴ്നാട്ടിലോട്ടും ഞാൻ താമസിക്കുന്നത്, അത് എൻ്റെ ഏരിയ, കേരളത്തിലെ ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ടാണ് അവിടെ ശാഖയുണ്ട്. അപ്പോൾ RSSൻ്റെ കേരളം തമിഴ്നാട്ടിലുള്ള വ്യത്യാസമില്ലാതെ ആ മേഖലയിലായിരുന്നു. അപ്പം തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ ആ മേഖലയിൽ കോട്ടകളിലേക്ക് ഞങ്ങൾ പ്രവേശനം ആരംഭിച്ച സമയം, ഞാനന്ന് ഒരു 10-15 വയസ്സിന് മുമ്പ് തന്നെ ആ ശാഖ പ്രവർത്തനം തമിഴ്നാട്ടിൽ ആരംഭിച്ചു. ഭയങ്കരമായ എതിർപ്പുകളുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ സഹോദരനായ ഒരാൾ തമിഴ്നാട്ടിൻ്റെ BMSൻ്റെ തന്നെ ശാഖയുടെയും BMSൻ്റെ സംസ്ഥാനത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇപ്പം ഞങ്ങൾ ബന്ധുക്കളാണ്. അതുപോലെ ഞങ്ങൾക്ക് ഈ RSSൻ്റെ ശാഖാ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ അതിന് ചില
നിബന്ധനകൾ നമുക്കുണ്ട്. അതിൻ്റെ ആക്റ്റീവ് വർക്കേഴ്സിന് ആർ എസ് എസിൻ്റെ മറ്റേ ബി ജെ പി പോലുള്ള അതല്ല, ആർ എസ് എസിൻ്റെ അകത്തുള്ള ചില പ്രശ്നങ്ങൾ, ചില സാഹചര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്ക് അപ്പുറമായി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആർ എസ് എസിനെ സംബന്ധിച്ച് അതിൻ്റെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് മറ്റുള്ള സംഘടനയെ പോലെ കൊടുക്കുന്നതല്ല. മെമ്പർഷിപ്പ് ഇല്ല അവർക്ക്. രാഷ്ട്രീയ പാർട്ടി ഉള്ളതുപോലെ മെമ്പർഷിപ്പ് അല്ല. അതിൽ നമ്മൾ സഹോദര സ്ഥാപനം എന്നതുപോലെയാണ്. ഇതിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളൊരു ഫുൾ ടൈം വർക്കറിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുക. നമ്മൾ ദൈവവേലയ്ക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ മുഴുവൻ സമയം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത് പോലെ തന്നെ അതിൽ നമുക്ക് ഫുൾ ടൈം വിവാഹം കഴിക്കാതെ ഫുൾ ടൈം വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഏൽപ്പിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് അപ്പൻ്റെയും അമ്മയും ജീവിച്ചിരിപ്പാൻ അവരെ കൺസെൻറ്റ് വേണം. അത് നൽകാത്തത് കൊണ്ട് പിന്നെ അതിൽ ഫുൾ ടൈം വർക്കറിന് പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഫുൾ ടൈം വർക്കറിന് പോയിരുന്നാലും നമുക്കതിൻ്റെ പൂർണ്ണമായിട്ട് ജീവപര്യന്തം അതിൽ പ്രവർത്തിക്കണം. മാത്രമല്ല അത് വിവാഹം കഴിയാതെ നമുക്കതിൽ പ്രവർത്തിക്കാം. നമ്മുടെ സകല കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം പ്രസ്ഥാനമാണ്. പ്രവർത്തനങ്ങൾ അതിനെല്ലാം ഉത്തരവാദിത്വങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ നിലയിൽ ഞങ്ങൾ പ്രവർത്തിച്ച് വരുന്ന സമയത്ത് 2-3 ഇടങ്ങളിൽ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ 2-3 സ്ഥലത്തിലൊക്കെ ഞങ്ങൾ ശാഖകൾ ആരംഭിച്ചു. അതേപോലെ ബീമസിൻ്റെ പ്രവർത്തനം, അതായത് ആർ എസ് എസിൻ്റെ തന്നെ അതൊരു തൊഴിലാളി പ്രസ്ഥാനമാണ്. അതിൻ്റെ ഒരു ആർ എസ് എസിൻ്റെ തന്നെ ഒരു ഘടകമാണ്. അത് തൊഴിലാളി പ്രസ്ഥാനത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് BMS. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വലിയ കമ്പനി, ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയ എന്ന് പറഞ്ഞാൽ 3 ഡാമുകളുണ്ട്. അടുത്തടുത്തായിട്ട് ഒന്നുകൂടെ ചേർന്ന് 3 ഡാമുണ്ട്. 5000, 4000, 9000 ഇങ്ങനെ ഏക്കറുകളുള്ള റബ്ബർ കമ്പനി എസ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടങ്ങളിലും യൂണിയനുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ശാഖ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഈ ഞങ്ങളുടെ ഏരിയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കോട്ടയാണെങ്കിലും തുടർന്ന് അപ്പുറത്തുള്ള ഏരിയകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളുള്ള ഏരിയകളാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം, പോലീസ് കേസ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, ആ സമയത്ത് പോലീസ് സ്റ്റേഷൻ കുറവാണ്, സർക്കിൾ വലിയൊരു സറൗണ്ടിങ് ഉണ്ട്. ഈ ഏത് സർക്കിൾ ഓഫീസായിരുന്നാലും ഡിസ്ട്രിക്ട് ഓഫീസിൽ പോകണമെങ്കിൽ SP ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഇതെല്ലാം വരുന്നത് ആർ എസ് എസിൻ്റെ കോട്ടകൾക്കകത്താണ്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഏരിയയിൽ നിന്നും അവിടെ ഒരു 10 കിലോമീറ്റർ പോയി പോലീസ് സ്റ്റേഷനിൽ പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പോയി എന്തെങ്കിലും ടാർഗറ്റ് പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനൊരു ഭയം യഥാർത്ഥത്തിൽ നിലനിന്നത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയാം. അത്രത്തോളം എതിർപ്പുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതേപോലെ ഞാൻ PDCക്ക് പോകുന്നതും എല്ലാ കാര്യങ്ങളും ഈ പ്രവർത്തനത്തിനിടയിലാണ്. അപ്പോൾ ഇതിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട അടുത്ത ചിട്ടയോടുള്ള പ്രവർത്തനമാണ് ഇതിലുള്ളത്. നമ്മൾ പുറത്ത് നോക്കുന്നതിനപ്പുറം ഇതിൽ ഒത്തിരി അടുക്കും ചിട്ടകളുണ്ട്. മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്ക് അപ്പുറമായിട്ട് ഇതിൻ്റെ അകത്ത് അനേക കാര്യങ്ങളുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ മേൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, നമുക്കും അതിൻ്റെ ആ ചിട്ടക്കൂട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഞങ്ങൾ RSSന്റെ പ്രവർത്തനങ്ങൾക്ക് വെളിയിൽ നിന്നും ഫണ്ട് ശേഖരിക്കുകയോ നമ്മുടെ അകത്ത് നിന്നൊരു പിരിവോ മറ്റു കാര്യങ്ങളോ സാമ്പത്തിക പിരിവോ ഉണ്ടായിരിക്കുകയില്ല. ഞങ്ങളുടെ ഈ ഗുരുദക്ഷിണ എന്നൊരു ഇതുണ്ട്. അത് പതാക ദിനത്തെ RSSന്റെ പതാക ദിനം ആചരിക്കുന്ന ദിവസമുണ്ട്. അത് ആ ദിവസം ഇതിൻ്റെ അകത്ത് ശാഖയിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും അർപ്പിക്കപ്പെടുന്ന കാണിക്ക പോലെ, നമ്മൾ കാണിക്ക എന്ന് ചർച്ചയിടുന്നത് പോലെ ഒരു ഓഫറിംഗ് ആണ്, ഒറ്റ ദിവസത്തെ ഓഫറിംഗ് ആണ്. അത് RSSന്റെ മൊത്തം ലോകവ്യാപകമായി എവിടെയൊക്കെ ഈ ശാഖ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെയും അന്ന് കളക്ട് ചെയ്യപ്പെടും. അന്ന് കളക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ RSSന്റെ അകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചു പോകുന്നത്, സാമ്പത്തികമായ കാര്യം. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആണ് ഈ 10ാം ക്ലാസ്സിലും ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ആരോഗ്യസ്ഥിതി മോശമാണ് എങ്കിൽ അത് കുറച്ച് ദിവസം 2-3 മാസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും വരും, സ്കൂളിൽ പോവും,
ആ, സ്കൂളിൽ പോയിട്ട് ഈ RSSന്റെ പ്രവർത്തനങ്ങൾ, ശാഖയുടെ പ്രവർത്തനങ്ങൾ, ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ ഇൻസ്ട്രക്ടറായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവരെ പിന്നെ കൗൺസിലിംഗ് കൊടുക്കുക, ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് ആ, എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും, ഒരു മിഷണറി പ്രവർത്തനം വരുന്നു, അത് വരുന്നു, എന്ത് പ്രവർത്തനം നടന്നാലും ശാഖകളിൽ ചർച്ച ചെയ്യപ്പെടും. അതാണ് ഇതിന്റെ സിസ്റ്റം. ചർച്ച ചെയ്തിട്ട് ആ ചർച്ചയിൽ നിന്നുണ്ടാകുന്ന ഔട്ട്കം എന്താണോ അത് ഞങ്ങൾ മേൽഘടകത്തിലേക്ക് പോകും. അവിടെ നിന്നും അതിന്റെ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകും. സ്റ്റേറ്റ് ലെവലിലേക്കാണ് പോകുന്നത്. സ്റ്റേറ്റ് ലെവലിൽ നിന്നും സെൻട്രലിലേക്ക് പോകും. അപ്പോൾ ഇത് ദിവസത്തിൽ ഒരു ആഴ്ചക്കകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് കേന്ദ്രത്തിൽ എത്തപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ എന്ത് പ്രവർത്തനങ്ങളും വളരെ വിശദമായി ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യപ്പെടുകയും അത് ഉത്തരവാദിത്വ സ്ഥലങ്ങളിൽ അത് എത്തപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ അകത്തുള്ള സിസ്റ്റം. അപ്പോൾ ഞാനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ അസുഖങ്ങളും വരുന്നത്. അപ്പം ഈ PDC വന്നപ്പോൾ അത് വളരെ പ്രശ്നങ്ങളായി മാറി. പിന്നെ വളരെ വളരെ സിവിയറായി. എന്ന് വെച്ചാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഒരു ചെറിയൊരു പീസ് എന്തെങ്കിലും, ചെറിയൊരു പീസ് വയറ്റിൻ്റെ അകത്ത് ഒരു ദോശയായിട്ടോ ഇഡ്ഡലിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിച്ചാൽ ഉടനെ തന്നെ വോമിറ്റ് ചെയ്യും. അങ്ങനെയായി. പിന്നെ ഗ്ലൂക്കോസും, പിന്നെ ഉറക്കം പറ്റത്തില്ല. ഉറക്കം ഒരല്പം പോലും ഉറക്കമില്ല. പിന്നെ ഉറക്കത്തിന് വേണ്ടി വിളി വരും. അതിനല്പം 1-2 മണിക്ക് ഉറങ്ങിയെന്ന് വരും. പിന്നെ അവസാനം ഈ ഇഞ്ചക്ഷനായി ഉറങ്ങാൻ വേണ്ടി. അപ്പോൾ ശരീരത്തിന് ഭയങ്കരമായ ചൂടാണ്. ഭയങ്കര അസാധ്യമായ ചൂടും അസാധ്യമായ ശരീരവേദന. യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. എല്ലാ പരിശോധനകളും അതുപോലെ നാളെ മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, എന്തൊക്കെ ആ സമയത്ത് ഇത് നടക്കുന്നത് 92 അവസാനം 93 കാലഘട്ടത്തിലാണ്. അപ്പോൾ 93 ആണ് ഇതിൽ ഈ അവസാനം വരുന്നത്. 93 ആണ് ഭയങ്കരമായ പ്രശ്നങ്ങളായി 6 മാസത്തോളം ഹോസ്പിറ്റലായി പല പല ട്രീറ്റ്മെന്റിലൂടെ കടന്നുപോയി. എല്ലാ പരിശോധനകളും കഴിഞ്ഞു. അവസാനം എൻ്റെ ഒരു അങ്കിളുണ്ട്, രാജ്യത്തിൽ വളരെ പിടിപാടൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹമായിട്ടാണ് ഞങ്ങൾ അവസാനം പിന്നെ ഡോക്ടറിൻ്റെ അവസാന പരിശോധനയ്ക്ക് പോകുന്നത്. പരിശോധനയ്ക്ക് ശേഷം വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനായി. അപ്പോഴും 3-4 മാസത്തിലേറെയായി എനിക്ക് വെറും ഗ്ലൂക്കോസും അത് കരിക്കും വെള്ളവും മാത്രം, അങ്ങനെയുള്ള കണ്ടീഷനാണ്. അപ്പം ഡോക്ടർമാർക്ക് തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല എന്താണ്. അവരെല്ലാ കാര്യങ്ങളും പരിശോധിച്ച് എല്ലാ ടെസ്റ്റുകളും ചെയ്യേണ്ടത്, കൾച്ചർ ടെസ്റ്റ്, വേരിയൻ ടെസ്റ്റുകൾ, പിന്നെ സ്കാനൊന്നോ നിലവിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അവസാനം അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, അതിൻ്റെ ഡോക്ടർ, ഇത് ഹാർട്ടിൻ്റെ ഉണ്ട്, അതുപോലെ മറ്റേ പിന്നെ ഗ്യാസ്ട്രോ എൻട്രോളജി, അദ്ദേഹം ഗ്യാസ്ട്രോഎൻട്രോളജി ഡോക്ടർ അവസാനം പറഞ്ഞത് ഈ പയ്യന് യാതൊരു വിധമായ അസുഖങ്ങളും മെഡിക്കൽ സയൻസിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോഴേക്ക് അതിൻ്റെ ബന്ധുക്കളും അതുപോലെ RSSന്റെ മേൽഘടകത്തിന് സ്റ്റേറ്റ് ലെവലിലുള്ള ആൾക്കാർ ബന്ധപ്പെട്ടിട്ട് വെല്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടി അവർ ആലോചനയിൽ വന്നു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിൽ ഒരു സമയത്തിൽ പിന്നെ ആശുപത്രി വീടും ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരുന്നു. എനിക്ക് തന്നെ ബോധ്യമായി ഞാൻ ഇനി ജീവിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അത്രത്തോളം മരുന്ന്, അത്രത്തോളം പരിശോധനകൾ, നല്ല കഴിവും പ്രാപ്തിയുമുള്ള, വളരെ പ്രാപ്തിയുള്ളത്. എൻ്റെ അങ്കിളിനെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ആളാണ് ഡോക്ടർ, എന്നെ പരിശോധിച്ച ഡോക്ടർ. അവരെല്ലാവരും പരിശോധിച്ചിട്ടും ഒരു കാര്യമില്ല. ഹാർട്ട് ബീറ്റ് കൂടുന്നതാണ് അവർക്ക് മനസ്സിലാകുന്നില്ല. ഹാർട്ടിന് ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ വയറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം, ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഗഡിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉള്ള ഒരു പ്രശ്നങ്ങളും കാണാൻ പറ്റിയില്ല. ബ്ലഡിന് പ്രശ്നങ്ങളില്ല. അപ്പം വെയിനുകൾക്ക് പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇതെല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ അവർ പരിശോധിച്ചിട്ട് യാതൊരു മാറ്റവും വരാതിരുന്നു. അവസാനം എൻ്റെ അങ്കിളിനോട് ആ ഡോക്ടർ പറയുന്നത് ഞാൻ കേൾക്കുവാനിടയായി. അടുത്ത ഡിസ്കഷൻ സ്ഥലത്തിരുന്ന് പറയുന്നത് ഞാൻ കേൾക്കുവാനിടയായി. അപ്പോൾ അവർ പറഞ്ഞത്, ആ ഡോക്ടർ അവസാനം പറഞ്ഞത്, ഈ പയ്യൻ യാതൊരു അസുഖങ്ങളും കണ്ടുപിടിക്കില്ല. ഇനി നിങ്ങൾ അമേരിക്കയിൽ കൊണ്ടുപോയാലും ഞങ്ങൾ പറയുന്നതിന് അപ്പുറമായി ഇനി പരിശോധിച്ച് എന്തെങ്കിലും
ഒരു ചെറിയ നമ്മൾ ഇതുവരെയുള്ള പരിശോധനകളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം കണ്ടെത്തിയാൽ ഇനി അതിന് വേറെ എന്തെങ്കിലും ഇവിടെ നമുക്ക് ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു പരിശോധനയ്ക്ക് വേണ്ടി വെളിയിൽ കൊണ്ടുപോകാം എന്നാണ്. ഇതിൽ ഒന്നിലും യാതൊരു വിധമായ ഹിന്ദു ഒരല്പം പോലും കിട്ടാതിരിക്കെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളൊരു അവസരം, ആ പ്രൊഫസർ ഒരു മുസ്ലിമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ വിശ്വാസം ചെയ്യുക, പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നെങ്കിൽ കൊടുക്കുക, അതല്ലാതെ വേറെ ഒന്ന് ഇല്ല എന്നത്. അങ്ങനെ വീട്ടിലേക്ക് പോയി, വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. അപ്പോൾ വളരെ വളരെ മോശം കണ്ടീഷൻ. അപ്പോൾ എനിക്ക് ഉറക്കമില്ല. വീട്ടിൽ വന്നതിന് ശേഷം അവർ ഇഞ്ചക്ഷൻ്റെ മരുന്നാരും വന്ന് എടുത്താലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയായി. ഭയങ്കരമായ വേദന. എനിക്ക് അത് പറയാൻ പറ്റാത്ത നിലയിൽ അത്ര ഭയങ്കര വേദന. ശരീരത്തിൻ്റെ ഓരോ രോമങ്ങൾ വരെയും വേദന. അപ്പോൾ അത്ര ഭയങ്കരമായ വേദന, ഉറക്കമില്ല. അങ്ങനെ ദിവസം കടന്നുകൂടി. ഇപ്പം ഞാൻ ഒരു ദിവസം, അതായത് 93 സെപ്റ്റംബർ മാസം 16-ാം തീയതി രാത്രി 10 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഒരു തൊട്ടടുത്ത് അവർ ചില കുടുംബ ചില പ്രശ്നങ്ങളും ഒക്കെ ആയി. അവർ CSI ബേസിക്കലി. അവർ അതൊക്കെ വിട്ട് പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ച് ആ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങൾ കടന്നുപോയവരാണ്. അപ്പം ഞങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. എന്നാൽ അവർ ഞങ്ങളെ വീട്ടിലൊന്നും പ്രാർത്ഥനയ്ക്കൊന്നും വിളിക്കത്തില്ല. കാരണം ഞാൻ അത്രയും വളരെ തീവ്രമായ നിലയിൽ, അപ്പോൾ ഞാൻ അത്ര തീവ്രമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പേര്, നിക്നെയിം എനിക്കുണ്ട്, അദ്വാനി എന്നുള്ള നിക്നെയിം. എന്നുവെച്ചാൽ അത്ര തീവ്രമായിട്ട ഒരു നിലയിലാണ് ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ കണ്ടാൽ അയാൾ ഒന്ന് RSSകാരനാകണം എന്നുള്ള ഒരു നിലയാണ്. മറ്റു വിഷയ പ്രവർത്തനങ്ങളോട്, മറ്റും പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് വളരെ ഒരു മനസ്സിൽ എന്താ പറയുക, ഭയങ്കര ഒരു ഒരവസ്ഥയിലേക്ക് ആ സമയങ്ങളിൽ മാറിക്കൊണ്ടേയിരുന്നു. മിഷണറി പ്രവർത്തനങ്ങൾ, പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ ആ സമയം ആദ്യമൊക്കെ കുറവായിരുന്നു. ചെറിയ സമയത്ത് എൻ്റെ ഏരിയയിൽ പെന്തക്കോസ്തുകാരില്ല, കത്തോലിക്കക്കാരാണ് ഉള്ളത്. അപ്പം അതിനുശേഷം പിന്നീട് ഈ പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ വന്നു. അവരുടെ ഒരു ചർച്ചകൾ പലയിടങ്ങളിലും വരാൻ തുടങ്ങി. ചർച്ചകളിൽ ചിലയിടങ്ങളിൽ തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെടുന്നു, കെട്ടാൻ വിടാത്തൊരവസ്ഥകളൊക്കെ വന്നു. ഇങ്ങനെ സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ആ ഒരു സാഹചര്യം ഞങ്ങളുടെ ഏരിയയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഈ സമയത്ത് അതുകൊണ്ട് അത് പേടിച്ചിട്ട് അവർ വന്ന് വിളിച്ചില്ല ആ വീട്ടിൽ നിന്ന്. പക്ഷേ എങ്കിലും എൻ്റെ വീട്ടുമായിട്ട്, അമ്മയും അച്ഛനുമായിട്ട്, എൻ്റെ ഫാമിലിയിൽ ആരും RSSുമായിട്ട് ബന്ധമില്ല. അവരെല്ലാം ഈ പറഞ്ഞതുപോലെ വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നുമില്ല, ഒരു രാഷ്ട്രീയ വിശ്വാസം അത്രയേ ഉള്ളൂ. പക്ഷെ അവർ ആ ഒരു അവസ്ഥ എൻ്റെ അടുത്ത് അവരാരും ഉപദേശിക്കാമെന്ന് ഞാൻ കേൾക്കത്തുമില്ല. എന്നെ പൊതുവെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എന്നാൽ എനിക്ക് എല്ലാം വളരെ സ്നേഹത്തിലായിരുന്നു എന്നോട്. എൻ്റെ സഹോദരങ്ങൾ എല്ലാം നല്ല സ്നേഹമായിരുന്നു. അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിനെല്ലാം വളരെ ആയിരക്കണക്കിന് രൂപ ചിലവായി. അപ്പോൾ അത്രമാത്രം ചിലവ് നമുക്ക് പറയാൻ പറ്റില്ല, അത്രമാത്രം ചിലവായി. പക്ഷെ എല്ലാം എൻ്റെ കുടുംബം, എൻ്റെ ചേട്ടന്മാരായിരുന്നാലും വളരെ നല്ല നിലയിൽ അവർ അത്രത്തോളം ആയിരക്കണക്കിന് ഓരോ ദിവസം ചിലവാക്കി. 10,000-കണക്കിന് രൂപയാണ് ഓരോ ദിവസം വേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു നിലയിൽ അന്ന് ചിലവാക്കി. അത്രമാത്രം അവർ സംരക്ഷിച്ചു. അത്രമാത്രം സ്നേഹം എന്നോടുണ്ട്. ഞങ്ങൾ ഒരിക്കലും സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സാമ്പത്തികമായ വിഷയം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുള്ളൂ. എന്ന് വെച്ചാൽ അച്ഛൻ ഒത്തിരി സ്ഥലങ്ങളുള്ള ആളാണെങ്കിൽ എല്ലാം വിറ്റ് ആ ഒരു നിലയിൽ നശിപ്പിച്ചു. അമ്മയുടെ കുടുംബത്തിൽ നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ തെക്കൻ ഭാഗത്താണെന്ന് തോന്നുന്നു പണ്ട് ഈ മരുമക്കത്തായ എന്നൊരു സമ്പ്രദായമുണ്ട്. എനിക്കുള്ളത് എൻ്റെ സഹോദരങ്ങൾ മക്കൾ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ചില കാസ്റ്റുകളുടെ ഹിന്ദുക്കളുടെ ഇടയിൽ അതുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അമ്മയുടെ സ്വത്തുക്കൾ ലഭിക്കേണ്ടത് അതങ്ങനെ പോയി. പക്ഷേ നമ്മുടെ അതിൽ 1/2 ഏക്കർ സ്ഥലം മാത്രമാണ് പിന്നീട് ശേഷിച്ചത്. 1 ഏക്കറുണ്ട്, അത് 1/2 ഏക്കർ ഒരാളിന് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ അനിയത്തി മേരിയ സമയത്ത് അതും ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ ഗിഫ്റ്റ് കൊടുത്ത് വിറ്റും അങ്ങനെ പലതും നശിപ്പിച്ചു. സാമ്പത്തികമായി വളരെ നമ്മുടെ ബന്ധുക്കളും മറ്റ് സൗകര്യങ്ങളൊക്കെ നല്ല സാമ്പത്തികമായി അന്ന് നല്ല നിലയിലാണ്. അതുകൊണ്ട്
ട്രീറ്റ്മെൻറ്റിനൊന്നും വളരെ വളരെ നല്ല നിലയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നു. പക്ഷേ ആർക്കും ആ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ശരീരത്തിന് വളരെ പ്രതികൂലമായി കൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ അതിൽ യാതൊരു റിസൾട്ടും വന്നില്ല. അവസാനം ഈ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ചെയ്യുക. അപ്പോൾ ഇത് വീട്ടിൽ വന്ന് വീടിൻ്റെ അടുത്തൊരു വലിയൊരു മുസ്ലിം ഒരു മോസ്കോടെ ഉണ്ട്. അയാളുടെ അടുത്ത് ആര് വന്നാലും എന്തിന് വിഷയങ്ങൾ വന്നാലും ആ ആൾക്കാർ ഈ പിശാചിൽ ബാധിക്കപ്പെട്ട ഹിന്ദുക്കള്, കത്തോലിക്കക്കാര്, പിന്നെ അതേപോലെ മുസ്ലിങ്ങൾ, മറ്റ് എല്ലാ മതങ്ങളിൽപ്പെട്ടവരും അവിടെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ മനുഷ്യൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വരെ വന്ന് പുള്ളി വെള്ളമെല്ലാം പ്രാർത്ഥിച്ച് അവർ ഓതിയൊക്കെ തരും. അങ്ങനെ പൂജ അവരുടെ നിലയിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വരും. ആ മോസ്കിനോട് അടുത്താണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ വിശ്വാസപ്രകാരം വളരെ ഹോമങ്ങൾ, പൂജകൾ, വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ പൂജകൾ, അതേപോലെ ഹോമം വരെ നടത്തിയിട്ടുണ്ട്. ഒരു മാറ്റവും വന്നില്ല. അത് മാറ്റം വന്നില്ല എന്ന് മാത്രമല്ല, അത് കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് മരണത്തെ ഒരല്പം പോലും എനിക്ക് ഭയം തോന്നിയില്ല. കാരണം പല സംഘടനകളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള കണ്ടീഷൻ വന്നു. പക്ഷേ ജീവൻ എടുക്കാതെ പോയി എൻ്റെ മേൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അവിടെ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സാഹചര്യം വരുമെന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നത് കൊണ്ടുമാണ് അന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ എങ്കിലും ഇന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി ഈ കരുതൽ അവർക്ക് വേണമെങ്കിൽ തീർക്കാമായിരുന്നു. എന്നിട്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വെച്ചാൽ അവിടെ കമ്മീഷണർ ജനിച്ച് ഒരു കൊച്ചു പിള്ളേർക്ക് മുതൽ വലിയവർക്കും 10, 15, 20 കേസുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ മേഖല നിലനിൽക്കുന്നത്. എന്നിട്ട് ദൈവത്തിൻ്റെ ഒരു കരുതൽ, കർത്താവിൻ്റെ കരുതലായതുകൊണ്ട് മാത്രമാണ് എനിക്ക് യാതൊരു കേസും വന്നിട്ടില്ല. പക്ഷെ ഞാൻ പ്രത്യക്ഷമായിട്ട് നമുക്ക് സ്റ്റേഷനിൽ പോകാൻ പാടില്ല, അങ്ങനെ റൂളുകളൊക്കെ ഉണ്ട് ഈ ഇതിൻ്റെ പരിപാടിൻ്റെ അകത്തുള്ളത്. അതായത് ശാഖയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. നമ്മൾ പൊളിറ്റിക്കൽ വിങ്ങിലല്ല പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രവർത്തനങ്ങളിൽ നടന്നുകൊണ്ടിരുന്നു, ഈ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നു. അവസാനം വളരെ ബുദ്ധിമുട്ടായി. വലിയ നേതാക്കന്മാർ വന്ന് കണ്ടു, ബന്ധുക്കൾ സംസാരിച്ചു, ട്രീറ്റ്മെൻറ്റ് മാറ്റാമെന്നുള്ള കണ്ടീഷനിൽ വന്നു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു പറ്റത്തില്ല, ഇനി പോയിട്ട് ഒരു ഹോപ്പ് ഇല്ലാതെ പോയി. അവസാനം ഈ 93 സെപ്റ്റംബർ 16 രാത്രി ഇവർ ഈ തൊട്ടടുത്തുള്ള വീട്ടുകാർ പാടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രാത്രി 10 മണി അടുപ്പിച്ചായി. അപ്പോൾ അവർ പാടുന്നത് ഇങ്ങനെയാണ്: എന്നെ ഉയർത്തി ജീവിക്കുന്നു എന്നുള്ളൊരു പാട്ടാണ് പാടി ഭയങ്കരമായ. അപ്പനും അമ്മയും 2 കൊച്ചു പിള്ളേരുമാണ്. കൊച്ചു പിള്ളേരെന്ന് വെച്ചാൽ 10, 16 വയസ്സ്, 18 വയസ്സ് അവരുടെ മോൾക്ക് പ്രായമുണ്ട്. അതേപോലെ മോനും അതേ അതിൻ്റെ ഇളയതുണ്ട്. ആ സമയത്ത് ഇവർ പാടി ഭയങ്കരമായിട്ട് ആരാധിക്കും. അപ്പോൾ ഇത് ഭയങ്കരമായി ഇതുപോലെ ഭയങ്കരമായി എക്കോ അടിക്കുമ്പോൾ എൻ്റെ കാതിൽ കേട്ടു. അപ്പോൾ എൻ്റെ ഭയങ്കരമായ ശരീരവേദന, ഭയങ്കരമായ ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ്. ശിരസ് മുതൽ പാദം വരെ ഓരോ രോമത്തിൻ്റെ വേദന, അത്ര ഭയങ്കര വേദന. അത്രയും മെഡിസിൻ എൻ്റെ ശരീരത്തിൽ പോയി. അതേപോലെ ഈ വേരിയം ടെസ്റ്റിൽ ചെയ്യുമ്പോൾ അകത്ത് മരുന്ന് അടച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒത്തിരി സൈഡ് എഫക്റ്റുകൾ വന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഒരു ആശ്വാസം. അപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഞാൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ആരും വന്നിട്ടില്ല, ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. ഇനി ദൈവം, എനിക്ക് ആ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം ദൈവം ഉണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം, ഇത്രയധികം രോഗം കാണണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങൾ അറിയണം എന്നുള്ള നിലയിലായിരുന്നു. അതിനുശേഷം രാത്രി ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അവർ ഇവിടെ വന്നിരുന്ന് പാടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അമ്മ പറഞ്ഞാൽ വിളിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത കടന്നു വരുവാനിടയായി. അതെന്നോട് ഭയങ്കര എക്കോ അടിക്കുന്നത് പോലെയാണ് എൻ്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരുന്നത്, എന്നെ ഉയർത്തി ജീവിക്കുന്നു എന്നുള്ളൊരു പാട്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ചിന്തിച്ചു, എന്നെ ആരും വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ യേശു ദൈവമാണോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ പെട്ടെന്ന്. ആ ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രവേശിച്ചു. ആ സമയം തന്നെ വല്ലാത്തൊരു മനസ്സിന്റെ അവസ്ഥയിലേക്ക് പോയി പെട്ടെന്ന്. അപ്പോൾ എനിക്കൊരു ഉറപ്പ് വേണമായിരുന്നു. ഞാൻ യേശു മാത്രം ദൈവമോ, യേശു ദൈവമാണെങ്കിൽ സൗഖ്യം വേണമെന്ന് ഞാനിങ്ങനെ
മനസ്സിൽ പറയുന്നു. പക്ഷെ എനിക്കൊരു അറിവ് വേണം, എനിക്കൊരു ഉറപ്പിന്. ഞാൻ ഇതെല്ലാം ചെയ്തു, മുസ്ലിമിൻ്റെ നോക്കി, അവരെല്ലാം ചെയ്തു. അവരുടെ വന്ന എന്ന് പറഞ്ഞാൽ ആ അടുത്തുള്ള മോസ്കിലുള്ള ആ മനുഷ്യൻ നല്ല വയോധികനാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് പേര് വന്ന് അവിടെ വന്ന രോഗങ്ങൾ സൗഖ്യമായി, ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പലതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ല. യാതൊരു മാറ്റം വന്നില്ല, മെഡിക്കലിൽ ഒന്നും വന്നില്ല. എന്താണ് പ്രശ്നം എന്നുള്ളതിൽ ഭയം, മരണഭയം അല്പവുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്ര അതിനൊക്കെ വലിയ നേരിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ ചേട്ടന്മാര്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അമ്മ, അച്ഛന്, അവരോടുള്ള സ്നേഹം കാണാൻ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അവരോടുള്ള സ്നേഹം, എൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹമാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഈ മരണം എൻ്റെ മുന്നിൽ വന്നപ്പോൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന വിഷയം. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു: യേശു മാത്രം ദൈവമോ? അതാണ് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. യേശു മാത്രം ദൈവമോ? എൻ്റെ മനസ്സിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യം: യേശു മാത്രം ദൈവമെങ്കിൽ, അതാണ് ഉറപ്പിന്, യേശു മാത്രം ദൈവമെങ്കിൽ എൻ്റെ പ്രശ്നത്തിന് പരിപൂർണമായ പരിഹാരവും സൗഖ്യവും ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ രണ്ട് കാര്യങ്ങളും നടന്നാൽ ഞാൻ യേശുവിന് സാക്ഷിയാകും എന്നും മനസ്സിലാണ് പറഞ്ഞത്. അപ്പം എൻ്റെ വീട്ടിൽ ആ സമയത്ത് ലൈറ്റൊന്നും അണയത്തില്ല. എപ്പോഴാണ് ഞാൻ മരിക്കുന്നത് അറിയത്തില്ല. അമ്മ എൻ്റെ അടുത്തിരിക്കും, ബാക്കിയുള്ളവർ കുറച്ച് നേരം ഇരിക്കും, 10-15 ഇരിക്കുകയാണെങ്കിൽ അവർ പോയി കിടക്കും. പക്ഷേ അമ്മ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട് യേശു മാത്രം ദൈവമെങ്കിൽ എനിക്ക് സൗഖ്യമാകണം, പിന്നെ യേശു എനിക്ക് പ്രത്യക്ഷമാകണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു ഒരല്പസമയം ഞാൻ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതുപോയി. എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വിചാരിക്കും ഞാൻ മരണത്തിലേക്കാണ് പോകുന്നത്. അത്ര വലിയൊരു കണ്ടീഷനായിരുന്നു എൻ്റേത്. അതിനുശേഷം ഒരല്പസമയത്തിനുള്ളിൽ ഞാൻ മയങ്ങി. യേശുവിൻ്റെ ക്രൂശിക്കപ്പെട്ട ആ അവസ്ഥ എന്ന് വെച്ചാൽ ജീവനോടെ നമ്മൾ ക്രൂശിൽ കിടക്കുന്ന ആ ജീവനുള്ള ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന രക്തം ഇങ്ങനെ രണ്ട് കയ്യിൽ നിന്ന് വാർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ നിന്ന്, ശിരസിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്നു. എന്നെ നോക്കും. നമ്മൾ രണ്ടുപേര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും നോക്കുകയും ചെയ്യുന്നത് പോലെ നോക്കുന്നു. പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല. ക്രൂശിക്കപ്പെട്ട രൂപമാണ് കാണുന്നത്. അതിനുശേഷം ഒരല്പസമയം ഞാനിങ്ങനെ എൻ്റെ ആ ഓർമ്മയിലാണ്, ഒരല്പസമയം കഴിയുമ്പോൾ പിന്നെ യേശു സ്വർഗത്തിൽ ഇങ്ങനെ പുനരുദ്ധാനം ചെയ്ത് നമ്മൾ കാണുന്നത് പോലെ അങ്ങ് കയറി പോകുന്നതായിട്ട്. ഇത് കണ്ടിട്ട് അത് കഴിഞ്ഞ ഉടനെ ഞാൻ എനിക്ക് ഓർമ്മ വന്നു. പക്ഷെ ഞാൻ ആ സമയം ക്ലോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴാണ് ഉറങ്ങി, എപ്പോഴാണ് കണ്ടത്, ഇത്രയും സമയം ഞാൻ കണ്ടുകൊണ്ടിരുന്നു എന്നൊന്നും അറിയത്തില്ലെങ്കിലും പക്ഷേ ഒരു നല്ലൊരാളെ കണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ശരീരത്തിന് വലിയൊരു ശാന്തത വന്നു. അതൊരു ഭയങ്കര ചൂട് കൊണ്ട് അസാധ്യമാണ്, നമുക്കത് പറയാനേ പറ്റത്തില്ല, അത്ര ഭയങ്കരമായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ വീണ്ടും പറയും, എൻ്റെ ഏകദേശം ഒരു 5-6 മാസത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാധാരണ സംഭവം. ഉറക്കത്തിലേക്ക് ഉറങ്ങി 6 മണി എണീറ്റു. അപ്പോൾ എൻ്റെ സുഹൃത്തിനോടൊപ്പം ശാഖയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ചെറിയ തെങ്ങുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവർ കരുക്ക് കൊണ്ടുവരും. ആ കരുക്കും വെള്ളത്തിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് അന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്, 17-ാം തീയതി സെപ്റ്റംബർ. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത്, എൻ്റെ വീടിൻ്റെ വരാൻ്റെ ഇരിക്കുന്ന സമയത്ത് അവർ ആ വീടിൻ്റെ അടുത്തുള്ള പാട്ടുപാടിയവർ വന്നു എൻ്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങളിതെല്ലാം നോക്കി കാര്യമൊന്നും ആവും. അപ്പോൾ അവർ സഹോദരൻ പാസ്റ്ററാണ്, IBCയിലെ പാസ്റ്ററാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇത് ചർച്ചിലൊന്നും വരണ്ട, പിന്നീട് നിങ്ങളെ ദൈവം സൗഖ്യമാക്കും, നമ്മളെ വിടുവിച്ചതുപോലെ നിങ്ങളെ വിടുവിക്കും, നിങ്ങളുടെ മകന് സൗഖ്യം ഉണ്ടാകും. എന്നോടും പറഞ്ഞു. എന്നെ ഒരു അനിയനെ പോലെയാണ്, അവർക്ക് അത്ര സ്നേഹമാണ്. അത്ര കണ്ട് എന്നോടും പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ചോദിച്ചു എന്നാൽ നമുക്ക് പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അവരാ ചർച്ചിലേക്ക് എന്നെ കൊണ്ടുപോകുക. അവിടുന്ന് വണ്ടി വിട്ട് ഞങ്ങൾ കൊണ്ടുപോയിരുന്ന ആ സമയത്ത് KP യോഹന്നാൻ്റെ ഗോസ്പൽ ഫോർ ഏഷ്യ അവിടെ ടീം പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ കണ്ണൂരിലുള്ള ഒരു സഹോദരി അതിലുണ്ട്. അതിൻ്റെ ഡ്രൈവറിൻ്റെ
ഭാര്യയായ സഹോദരിയാണ്. അവരെ ഹിന്ദുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നൊരു സഹോദരി. എന്നിട്ട് അതേപോലെ ഇത് ഒരു 7-8 പേര് അവരെ ടീമുകളുണ്ട്. അന്ന് വെള്ളിയാഴ്ച ദിവസമായിട്ട് രാവിലെ ടീം പ്രവർത്തനമില്ല. അവരെല്ലാവരും ആ ചർച്ചിലുണ്ടായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയ സമയത്ത് ആ പാസ്റ്ററിനൊരു ഭയം തോന്നി ശരിക്കും. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ. ഞാൻ ഈ RSSന്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അന്ന് കൊണ്ട് ഈ രഥയാത്രയിൽ കന്യാകുമാരിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള രഥയാത്രയിൽ കന്യാകുമാരി മുതൽ തുടങ്ങുകയാണ്. അത് പിന്നെ അയോധ്യ വരെ അദ്വാനിയുടെ രഥയാത്ര. പക്ഷെ ഞങ്ങളുടെ ആ ക്ഷേത്രത്തിന്റെ അവിടെ ആ പോയിന്റിൽ അവിടെ അവിടെ രഥത്തിന്റെ പോയിന്റില്ല എങ്കിലും അവിടെ വരുവാൻ ഞാൻ ഇതേപോലെ ആവശ്യപ്പെട്ടു. അവർ വേറെ ഒരു 10 കിലോമീറ്റർ ആണ് ഈ സ്ഥലം. വീണ്ടും ആ ഒരു രഥയാത്ര കടന്നു പോകുന്ന സ്ഥലം റൂട്ട്. അപ്പൊ ആ രഥയാത്രയിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പങ്കുവാനിടയായി. അവിടെ അതിനുള്ള സ്ഥീർണങ്ങൾ ഒരുക്കിയിരുന്നു. അത് ആവശ്യപ്പെട്ട പ്രകാരം വന്നു. അപ്പൊ അവരോട് അടുത്ത് ഇടപെടുക മാത്രം, അദ്വാനിയായിട്ട് അടുത്ത് ഇടപെടുക മാത്രമല്ല, പൈലറ്റായിട്ട് പ്രവർത്തിക്കുക. ഇതിന്റെ മുമ്പ് നമ്മൾ പൈലറ്റായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പാർശ്വതെല്ലാം കണ്ടിട്ടുണ്ട്. അതേപോലെ മനോഹർ പൈലറ്റായിട്ട് മുതൽ ട്രാൻസ്ഫർ വരെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽപ്പെട്ട നീതി അത് നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ പാസ്റ്റിന് അറിയാം. പിന്നെ അവിടുത്തെ ഇലക്ഷൻ കാര്യങ്ങളിൽ മെയിനായിട്ട് വർക്കും മറ്റുള്ള കാര്യങ്ങളും ചെയ്ത് വളരെ ശക്തമായ ഒരു വിജയം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഏരിയയിൽ 5000, 10,000, 5000, 8000, 4000, 2000 ഏക്കറുള്ള കമ്മിത്തോട്ടങ്ങളിൽ പ്രശ്നങ്ങൾ ഇടപെട്ടു. അപ്പോൾ ചെറുതാണ് ഞാനെങ്കിൽ ആ സമയത്ത് സ്കൂളിൽ പഠിച്ച്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം PG വരെ പോയുള്ളൂ. ശേഷം ഈ ത്യാഗ പ്രവർത്തനങ്ങളിൽ മുക്തമായി ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഈ സമയത്താണ് ഈ സംഭവം ഇങ്ങനെ എനിക്ക് അസുഖം കൂടുന്നത്. എന്നിട്ട് ഈ നമ്മുടെ ചർച്ചിൽ IPC ചർച്ചിൽ വരാനിടയായി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അവരവിടെ പോയി പ്രാർത്ഥനയ്ക്ക് എന്നെ കൊണ്ടുപോയി. പ്രാർത്ഥിക്കാൻ ഭയങ്കര പേടിയും. പുള്ളി നല്ല പ്രാർത്ഥനയുണ്ട്. നമ്മളൊക്കെ അറിയാം, ബന്ധുക്കൾ നമ്മളെ വീട്ടുകാരെല്ലാം നല്ലതായിട്ട് അറിയാവുന്നവരാണ്. അപ്പോൾ പിന്നെ ഒരു പ്രാർത്ഥനയിൽ തുടങ്ങി. എന്നുവെച്ചാൽ ആ ഭാഷ വളരെ നല്ല പ്രവർത്തിക്കുന്നു, വളരെ ആക്റ്റീവായ ഒരു ദേവാസൻ, വളരെ വിടുതലൊക്കെ ഉള്ള ആളാണ്. എനിക്ക് ആ സമയത്തൊന്നും അറിയത്തില്ല. പക്ഷേ ഈ ബന്ധക്കോസുകാരുടെ ഇടയിൽ ഈ അന്യഭാഷയൊക്കെ പറയും എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. കാരണം ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഒരു റോഡിലാണ്. ഞങ്ങൾ ക്ഷേത്രത്തിന്റെ അവിടെ ഒരു ഞങ്ങൾ ഒരിക്കൽ അതിന്റെ ഈ രക്ഷിക്കപ്പെടുന്ന തലേ വർഷം ഞങ്ങൾ സ്റ്റേജ് നേരത്തെ കിട്ടിയിരുന്നു. സ്റ്റേജിന്റെ വലിയൊരു സ്റ്റേജാണ്. എൻ്റെ പ്രോഗ്രാം ഒരു 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിന് സ്റ്റേജിൽ നേരത്തെ തയ്യാറാക്കി. അപ്പം അതിന്റെ പല ആഴ്ച വളരെ സെറ്റായി. അപ്പോൾ അതിന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രോഗ്രാം ആരംഭിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ചർച്ചുകാർ വന്ന് എന്നോട് ആവശ്യപ്പെട്ടു അവിടെ കൺവെൻഷൻ നടത്താൻ ചോദിച്ചു. ഞങ്ങളത് ആ സ്റ്റേജിനെ വിട്ടുകൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തു കാശൊന്നും മേടിച്ചില്ല. പക്ഷെ അവിടെ ആരാണെന്ന് ഞാനവിടെ നമ്മളെ എല്ലാം കഴിഞ്ഞിട്ട് ദേശത്തിൽ പോയിട്ട് അവിടെ പോകും. തൊട്ടടുത്താണ്. പക്ഷെ അവിടെ ഈ ആരാധന നടക്കുന്ന സമയത്ത് അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ ആരാധിക്കുന്നത് അതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പ്രവചനമുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഈ ചർച്ചിൽ പോയപ്പോഴത്തേക്കും എനിക്ക് പ്രവചനങ്ങളുണ്ട്. ഈ ക്രിസ്ത്യൻ ശുശ്രൂഷയ്ക്കകത്ത് ചർച്ചിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്നെ അതൊരു വലിയൊരു ചെറിയൊരു ചർച്ചാണ്. പക്ഷെ അതിന്റെ പഴയ പണ്ടത്തെ കാലത്തിൽ ആസ്പെറ്റോസ് അത് ഷീറ്റാണ്. വേണമെങ്കിൽ നമുക്ക് അതിന്റെ കീറിയെടുക്കാൻ പറ്റും. ഇച്ചിരി പഴയതായ അങ്ങനെയുള്ള ഷീറ്റാണ്, ഒരു കറുത്ത സാധനം. അപ്പോൾ അത് ആ ഒരു ഷീറ്റിട്ട് അത് എനിക്ക് തോന്നുന്നു അത് വീഴാൻ ചിലപ്പോൾ അത് അത്ര ഇതിങ്ങനെ ചർച്ചയൊക്കെ ഇട്ടിരിക്കുന്നതാണ്. വലിയൊരു ഹാളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ എന്നെ നടുക്കിരുത്തിയിട്ട് ഇവരെല്ലാവരും മുട്ടുമേൽ റൗണ്ടായിട്ട് എല്ലാവരും നിന്നിട്ട് മൊത്തം ഒറ്റ റൗണ്ട്. ഇതിനിടയ്ക്ക് ക്യാബൊന്നുമില്ല. എല്ലാവരും കൈ പിടിച്ച് ഭയങ്കരമായിട്ടുള്ള ആരാധനയാണ്. എന്നിട്ട് അന്യഭാഷ ഭയങ്കര ആരാധന. ഇതെല്ലാം ഞാനിങ്ങനെ പെരുന്നാടച്ച് ഇങ്ങനെ കുനിഞ്ഞങ്ങ് ഇരിക്കുവായിരുന്നു. പെട്ടെന്ന് ഭയങ്കര ശക്തമായ കാറ്റ് അവിടെ അനുഭവപ്പെട്ടു. മാത്രമല്ല അത് ഭയങ്കര ഈ കാറ്റിന്റെ ശക്തിയിൽ ഈ പൂരെല്ലാം എണീറ്റ് പറന്നു പോകുന്നത് അത്ര ഭയങ്കര വെളിച്ചം വന്നു. അപ്പോഴേ ഇതെല്ലാം പറന്നു പോയെന്നാ കാറ്റിന് ഇത് പറന്നു പോയെന്നാണെന്നോ ഞാൻ ഓർത്തു. പക്ഷെ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ കാറ്റുമില്ല,
ഇതെല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇവരെ ആ ശക്തമായ പ്രാർത്ഥന അല്ലാതെ വരുന്നില്ല. ഞാനിങ്ങനെ കണ്ണു പറഞ്ഞു എന്തോ സംഭവിച്ചത്, ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കാറ്റടിച്ചിട്ട് ഇത് ഏതെങ്കിലും ഒരു പാളി ഇതിന് മാറിപ്പോയി എന്നൊക്കെ നോക്കി. പക്ഷെ ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു ഒരു മിനിറ്റെങ്കിലും അങ്ങനെ ആ ചിന്തയിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ തോന്നി ഇവരാരെങ്കിലും കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ണു തുറന്നിരിക്കുന്നത് നാണക്കേടല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ കണ്ണടക്കും. പെട്ടെന്ന് അതിന്റെ കൂട്ടു നിന്ന് ആ കണ്ണൂരിൽ നിന്ന് ഒരു സഹോദരി അവരെഴുന്നേറ്റ് പ്രവചനം പറയാൻ തുടങ്ങി. പ്രവചനം എന്ന് പറഞ്ഞാല് എൻ്റെ വീട്ടിൽ വലിയൊരു വീടാണ്. ആസ്പെറ്റോസ് ആണത്. എന്നിട്ട് ഈ വീട്ടിന്റെ പുറത്ത് എൻ്റെ റൂം പുറത്താണ്. വലിയ 2 റൂമില്ല, പുറത്തുള്ള റൂം. അകത്തൊക്കെ വേറെ വേറെ റൂമുകളാണ്. പുറത്താണ്. പുറത്തുനിന്ന് വെളിയിൽ നിന്ന് അകത്ത് കയറാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഉറങ്ങിയ എൻ്റെ അമ്മ വന്നെല്ലാം നോക്കും. എന്നിട്ട് ഞാൻ പൂട്ടി എല്ലാം സുരക്ഷിതമാണോ എന്ന്. കാരണം വെച്ചാൽ വീട്ടിൽ കമൻസ് ആരെല്ലാം വന്ന് കയറുമോ, ഒന്നും ചെയ്യുമോ, അങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെല്ലാം നോക്കി സുരക്ഷിതമാക്കും. പക്ഷെ ഞാനിങ്ങനെ ഈ രാത്രിയിൽ ഉറങ്ങിയെന്നായിട്ട് ഞാൻ തന്നെ നമ്മൾ പോയിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ വന്ന് ഈ എല്ലാ ഇതിനിടയിൽ ഒരു പാസ്റ്റിനെ ഉപദ്രവിക്കാൻ ഇടയായി തീരുന്നത് എല്ലാം പറയാൻ തുടങ്ങി. എല്ലാം പറയുന്നത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇനി ഒന്നും പറയരുത്, അമ്മ അറിയരുത് എന്നുള്ള നിലയിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പറയാനാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു. അതിന് ശേഷം ആണ് കുറച്ച് ഞാൻ ഇവര് ഈ പ്രവചനം പറഞ്ഞ സഹോദരി പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ ദേഹത്ത് ഈ മന്ത്രവാദ ചരലുകളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, എനിക്ക് യാതൊരു അസുഖവും ഇല്ല. ദൈവം എന്നെ ലോകസ്ഥാപനം കണ്ടിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ വേലയ്ക്കായി കണ്ടിരുന്നത് കൊണ്ട് ദൈവം ഇങ്ങനെ ഈ സാഹചര്യത്തിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇവര് ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ഇത് കഴിഞ്ഞ് എല്ലാവരും നിന്നു. എന്നിട്ട് ഈ കാര്യം എന്നോട് അവരോട് ചോദിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഒത്തിരി കെട്ടുണ്ട്. 2 കയ്യിലും ഉണ്ട്, അരയിലുണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോന്ന് അഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പാർശ്വന് ഇപ്പം അഴിക്കണ്ട, പിന്നെ അഴിച്ചാൽ മതി, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പതിയെ ഞാൻ അത് കേൾക്കാതെ തന്നെ എല്ലാം അഴിച്ചു മാറ്റി അവർ പ്രാർത്ഥിച്ചു. അത് വെള്ളിയാഴ്ച ദിവസമാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പാസ്റ്റർ എന്നെ വീട്ടിൽ വിട്ടില്ല. പാസ്റ്റർ പറഞ്ഞു എൻ്റെ അമ്മയോട് പോയിട്ട് വരാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു ഞാൻ ആരെയും പറഞ്ഞയക്കാം. അവര് വീടിൻ്റെ അടുത്താണല്ലോ അവര് പാസ്റ്റർ സൗകര്യ വീട്. അവരടുത്ത് പറഞ്ഞു. അമ്മ അന്ന് എന്നോടൊപ്പം ആ പാസ്റ്ററുടെ വീട്ടിൽ തങ്ങി. എന്നിട്ട് ഉച്ചയ്ക്ക് നേരത്തെ അവർ പ്രാർത്ഥന ഉടനെ തന്നെ ചിക്കൻ മേടിച്ചിട്ട് പോയി. ചിക്കൻ മേടിച്ച് അവിടെ പോയി വീട്ടിൽ ചെന്ന് അവര് ചിക്കൻ കറി വെച്ച് പെട്ടെന്ന് ചോറും ശരിയാക്കി പെട്ടെന്ന് അവർ ചിക്കൻ കറിയും ചോറുമായിട്ട് ഒരു 6 മാസത്തിൽ അധികമായി 8 മാസം വരും. 6 മാസം അത് കറക്റ്റാണ്. അതിന് മുമ്പ് നമുക്ക് അസുഖങ്ങളിങ്ങനെ വന്നു ആഹാരത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും 6 മാസം കൊണ്ട് ഒരു ആഹാരം കഴിക്കരുത്. ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചു, ആഹാരം നിന്നു, യാതൊരു പ്രശ്നങ്ങളുമില്ല. വൈകുന്നേരം ഇതേപോലെ തന്നെ മീനും കറി വെച്ചു, ഇറച്ചി ഉണ്ടായിരുന്നു, അത് ചോറ്. പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് അതുപോലെ. ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ടാണ് വീണ്ടും വീട്ടിൽ വിട്ടത്. വീട്ടിൽ തുണിയെല്ലാം എടുത്തുകൊണ്ട് വന്നു. ഞാൻ അന്ന് തന്നെ എന്നെ യേശുവിനെ സമർപ്പിച്ചിട്ട് ദൈവവേല. അപ്പോൾ ഞാൻ ആ സമയത്ത് വിചാരിച്ചൊരു കാര്യമാണ് ഏറ്റവും പ്രയാസകരം. ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ സാക്ഷിയാകും എന്ന് പറഞ്ഞതിൻ്റെ കൂടെ മറ്റുള്ളവർ കടന്നു പോകാൻ മടിക്കുന്ന ഗ്രാമങ്ങളിൽ ഞാൻ പോകും എന്നാണ് പറഞ്ഞത്. ദൈവത്തോട് മനസ്സിലെടുത്ത നിർണയമാണ്. ഇപ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അത് അതാണ് ദൈവം ഹൃദയങ്ങളെ ശോധന. നമ്മൾ മനസ്സിൽ പറയുന്ന വാഗൊണ്ട് പറയുന്നതിനപ്പുറമായി മനസ്സിൽ നമ്മൾ പറയുന്ന ഓരോ നിരൂപണങ്ങളും ദൈവം സ്വർഗത്തിൽ നിന്ന് കാണുന്നു, കേൾക്കുന്നു എന്നുള്ള വചനത്തിന്റെ സത്യം. 2, എനിക്ക് രോഗസൗഖ്യം ഉണ്ടായതിനല്ല ഞാൻ ദൈവവേല ചെയ്യുവാനായി ഞാൻ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് എനിക്ക് തമിഴ്നാട് ട്രാൻസ്പോർട്ടിൽ കണ്ടക്ടറായിട്ട് ജോലിയും കിട്ടിയ സമയമാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടന്മാരെല്ലാം പറഞ്ഞ് ജോലിക്ക് പോകണം. എന്നുവെച്ചാൽ ഒരു രക്ഷിക്കപ്പെട്ട 4-5 മാസത്തിനകത്താണ് ഇതൊക്കെ കിട്ടുന്നത്. അപ്പോഴത്തേക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞു.
പിന്നെ ഈ ബന്ധുക്കോസ് ചർച്ചിൽ പോകുന്ന ചേട്ടന്മാർക്ക് ആർക്കും അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, ബന്ധുക്കൾക്ക് ഇഷ്ടമല്ല. ഭയങ്കര അഥവാ പോകണമെങ്കിൽ ജോലിയും ചെയ്യണം, കത്തോലിക്ക ചർച്ചിൽ പോയാൽ മതി, ബന്ധുക്കോസിൽ പോകണ്ട നാണക്കേടുന്നുള്ള നിലയിൽ പറയുവാനിടയിൽ. അപ്പോഴത്തേക്ക് ഞാൻ ആ ചർച്ചയിൽ നിന്ന് മാറിയില്ല. ആ പാസ്റ്റർ അവിടെ നിന്ന് മാറുന്നവരെ ഞങ്ങൾക്ക് ഇച്ചിരി ദൂരമുണ്ട്, പക്ഷേ എങ്കിലും ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷമാണ് ആ പാസ്റ്റർ മാറിയത്. എന്നിട്ട് ഞാൻ വെയിൽ കോളേജിൽ പഠിക്കാനായിട്ട് പോകുന്ന സമയം പിന്നെ ചേട്ടന്മാരും മറ്റുള്ള എല്ലാവരും ഭയങ്കരമായി എതിരായി. ഒരാള് പറയുവാനിടയായത്, നീ ബന്ധുക്കോസിനെ ജീവിച്ചിരിക്കുന്നതിനേക്കാളും നീ ഹിന്ദുവായി മരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറയുവാനായിട്ട് ഇടയായിരിക്കുന്നു. ബന്ധുക്കളായിരുന്നാലും ആരായിരുന്നാലും എല്ലാ നിലയിലും ഞാൻ ആ സമയത്ത് തീർത്തും ഒറ്റപ്പെട്ടു. പക്ഷേ അച്ഛനും അമ്മയും ഒരു ദിവസം എൻ്റെ പാസ്റ്റർ ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ വന്നപ്പം അച്ഛൻ ഇങ്ങനെ ഒരു ശബ്ദം പറഞ്ഞത് അതെന്നെ വളരെ സന്തോഷിപ്പിച്ചു. അച്ഛനങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നെങ്കിൽ വളരെ വിശ്വാസം ഉണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്ന ആളല്ല. പക്ഷേ അച്ഛൻ പറഞ്ഞു, ഇനി അവനെ വിടിവിച്ച ദൈവത്തോടൊപ്പം അവൻ ചർച്ചിൽ വരുന്നുണ്ട്. അച്ഛൻ ആ സമയത്ത് ചർച്ചിൽ വരത്തില്ല എങ്കിലും അച്ഛൻ പറഞ്ഞു, ഞാൻ ഇനി അമ്പലത്തൊന്നും പോകത്തില്ല. അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് പറഞ്ഞത്, ആ പാസ്റ്ററോട് പറഞ്ഞത്, വീട്ടിൽ ഞങ്ങൾക്ക് പ്രെയർ ഉണ്ടായിരുന്നു. ഈ കോട്ടേജ് മീറ്റിംഗ് പോലെ ഞങ്ങളെ വീട്ടിലും വെച്ച് എല്ലാവരും സഹകരിച്ചു. എന്നുവെച്ചാൽ എൻ്റെ ചേട്ടന്മാരെല്ലാവരും അവരവരുടെ സ്വന്തം വീടുകളിലാണ്. ഞാനും ചേച്ചി അവിടെയുണ്ട്. ചേച്ചിയുടെ ഭർത്താവ് സമയത്ത് പറഞ്ഞപ്പെട്ട് പോയില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇനി അവൻ്റെ ദൈവം ഇനി എൻ്റെയും ദൈവം കൂടിയാണ്, ഞങ്ങൾ രണ്ടുപേരുടെയും എന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും. ഇനി അവൻ്റെ ദൈവം ഞങ്ങൾ രണ്ടുപേരുടെയും ദൈവമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചർച്ചിൽ തീർച്ചയായിട്ടും എല്ലാ വരികയും കാണിക്കുകയും അതുപോലെ പിടികേരി തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ചിൽ അന്ന് കണ്ട് ചെയ്യാൻ പറ്റുന്ന അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിൽ വന്നു. അച്ഛനൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇതിനിടയിലാണ് പിന്നെ ഞങ്ങൾ പിന്നെ ചർച്ചുമായി ബന്ധപ്പെട്ടു. പിന്നെ അമ്മ ആ ദിവസം മുതൽ എന്നോടൊപ്പം ചർച്ചിൽ വന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പോകാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ എല്ലാവരും ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ബൈബിൾ കോളേജിൽ പോകണം എന്നുണ്ടെങ്കിൽ നീ പോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബൈബിൾ കോളേജിൽ പോകണം, ഞാൻ ഇങ്ങനെയാണ് മനസ്സിൽ തീരുമാനമെടുത്തത്, അങ്ങനെയാണ് ദൈവം എന്നെ വിടുവിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ശരി, എന്നെ വിടുവിച്ച ദൈവത്തെ നീ സേവിക്കാൻ പോകണമെങ്കിൽ നീ പോ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീട്ടില് ചേട്ടന്മാരിലും ഭയങ്കരമായ സഹകരണമാണ്. പക്ഷെ അതോടുകൂടി കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ഇങ്ങനെ പഠിക്കാൻ പോയത് അമ്മയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചതും സഹകരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ സാമ്പത്തികമായ ചില പ്രശ്നങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻ അവർ വെച്ചു. പിന്നെങ്കിലും വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അച്ഛൻ ജോലിക്ക് പോകും, ജോലിയാണ് ഞങ്ങളുടെ ബന്ധു റബ്ബറുണ്ട്, ഞങ്ങളെ ഉണ്ട്. അതങ്ങനെ കഴിഞ്ഞങ്ങനെ അങ്ങ് പോയി. പക്ഷെ ഞാൻ ബൈബിൾ കോളേജിൽ പോയി പാസ്റ്ററുടെ സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ അസുഖത്തിൻ്റെ സൈഡ് എഫക്റ്റ്, ഭയങ്കരമായിട്ടുള്ള ചൂട്, ആഹാരത്തിൻ്റെ രീതികൾ പിടിക്കത്തില്ല, പിന്നെ ഭയങ്കരമായ സ്മെല്ലാണ് ശരീരത്തിന് വരുന്നത് ഈ മെഡിസിൻ്റെ. ഇത്ര മാസം കഴിഞ്ഞെങ്കിലും ഭയങ്കര സ്മെല്ല് വരും. അവനെ പ്രാർത്ഥിച്ചു, ദൈവം അതിനെ മാറ്റി തന്നു. ആ സമയങ്ങളിൽ വളരെ പ്രാർത്ഥനയുടെ സമയം, വളരെ പ്രാർത്ഥിക്കാനായിട്ട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ നല്ല സൗകര്യങ്ങളുണ്ട്. അത്ര വലിയ ക്യാമ്പസാണ് ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ അസുഖമുണ്ടായി, ഒരു കാല് മുറിക്കേണ്ടതായിരുന്നു. ഇഞ്ചക്ഷൻ വന്നത് സ്ട്രക്കായി, എന്നിട്ട് അവിടെ വന്നിട്ട് വലിയ പ്രശ്നങ്ങളായ ഒരു കാല് മുറിക്കേണ്ട ഒരു സാഹചര്യം വരെ വന്നെങ്കിലും അവിടെ നിന്നെടുക്കും എയിംസിൽ പോയി അതിന് ട്രീറ്റ്മെൻറ്റ് അത് ചെയ്തെല്ലാം എടുത്തു. പിന്നെ ഡോക്ടർ പറഞ്ഞത് അതിൽ എടുത്ത് ശരിയായാൽ പിന്നെ ശരിയായി എന്നുള്ള നിലയിലാണ്. പക്ഷേ അവിടെ നിന്ന് ഡോക്ടർ എന്തായാലും നല്ല ട്രീറ്റ്മെൻറ്റ് അവിടെയും കിട്ടി. അവിടെ നിന്ന് വളരെ നിലയിൽ നന്നായിട്ട് കോഴ്സ് പൂർത്തീകരിക്കാൻ പറ്റി. അതിനുശേഷമാണ് ഞാൻ കോളേജിൽ തീരുന്നതിന് മുമ്പ് ഇനി അടുത്ത് ഒരു ബാല്യകാലം കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ തീരുമാനിച്ചു, OML ചേരുക, വിവാഹം വേണ്ട എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള നിലയിലാണ്, എല്ലാ തരത്തിലും ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം
2 മാസം ഡൽഹിയിൽ വർക്ക് ചെയ്ത ശേഷം ഞാൻ എൻ്റെ നമ്മുടെ പാസ്റ്ററിൻ്റെ അനിയൻ ബാംഗ്ലൂരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ പാസ്റ്റർ അനിയൻ ബാംഗ്ലൂരിൽ വന്നു. വീട്ടിൽ പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വന്നു. അവിടെ എൻ്റെ പാസ്റ്റർ പുള്ളിയുടെ അനിയൻ്റെ അടുത്ത് ബാംഗ്ലൂർ വന്നപ്പോൾ എന്നെയും കൊണ്ട് ഒരു 10 ദിവസം പിന്നെ ശേഷിയാണ് തിരിച്ചു പോകാൻ. ഞാൻ വീട്ടിൽ വന്ന് എന്നെ കണ്ടതുകൊണ്ട് എൻ്റെ ചേട്ടൻ ചേട്ടൻ തിരിച്ചു പോയി, കയറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വേറെ മറ്റു പ്രശ്നമില്ല, എന്നോട് അത്ര താല്പര്യമില്ല, എന്നെ കാണുന്നത് വളരെ ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ അതുപോലെ ഡൽഹി വർക്ക് ചെയ്ത് ഫാദർ ഷാജിൻ്റെ കൂടെ നിന്ന്. പിന്നെ തേർഡ് ഇയർ വരുമ്പോൾ ഞാൻ തീരുമാനമെടുത്തത് വീട്ടിൽ വന്നിട്ട് OIM ചേരാം എന്നുള്ള നിലയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഇന്ന് സീനിയർ ഗ്രാജുവേറ്റ്, പുള്ളിയുടെ ഭാര്യയാണ്. അവർ വിവാഹം കഴിഞ്ഞ് അവിടെ ഗ്രാജുവേറ്റ് കഴിഞ്ഞ് ഉടൻ തന്നെ പുള്ളിയുടെ വിവാഹം വളരെ ചെറുപ്പം. രണ്ടും വളരെ ഭാര്യയ്ക്ക് 21-22 വയസ്സേ പ്രായമുള്ള ആ പെൺകുട്ടിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ പ്രവർത്തനം തുടങ്ങി. ഡൽഹിയിലെ മെഹ്റൂളിയിലാണ് അവർ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ദിവസം ശനിയാഴ്ച നമുക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ്, ശനിയാഴ്ച മൊത്തം ഫ്രീ ആണ്. ഞാൻ അവിടെ നിന്ന് ഡൽഹിയിൽ വന്നു. അവരവിടെ ഒരു ദിവസം പ്രേയറിനിരിക്കാന്നുള്ള നെല്ല് വന്നു. അപ്പോഴത്തെ ആ സിസ്റ്റർ ചോദിച്ചു, എന്താണ് അടുത്ത പരിപാടി? ഗ്രാജുവേഷൻ പിന്നെ 1 മാസം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു OIM ചേരണം എന്ന് പറഞ്ഞു. OIM ചെന്നിട്ട് ഇങ്ങനെ മാരേജ് ചെയ്യുന്നില്ല. അവർ മാരേജിൻ്റെ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു മാരേജ് ചെയ്യുന്നില്ല, അപ്പം ഫാമിലിയിൽ ഇങ്ങനെയാണ്, എല്ലാവരും ഭയങ്കര എതിരാണ്. അപ്പോൾ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു ഫാമിലി വീടായി കഴിഞ്ഞാൽ പിന്നെ അനേക ഉത്തരവാദിത്തങ്ങളെല്ലാം വരും. അപ്പോൾ അതിനെല്ലാം പരിഹരിക്കാൻ ഇപ്പോഴും ശരിയാകത്തില്ല എന്നുള്ള നിലയിലായതുകൊണ്ട് വിവാഹം തന്നെ വേണമെന്നില്ലല്ലോ. നമ്മൾ OIM ടീം പ്രവർത്തനമാണ്. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ അതിനുള്ള നിലയിൽ നമുക്ക് നോക്കാമെന്നുള്ള നിലയിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ സിസ്റ്റർ വളരെ ചെറുപ്പമാണ്, 21-22 വയസ്സിൻ്റെ അകത്ത് പ്രായമുണ്ട്. അവരെന്നോട് പറഞ്ഞു, ബ്രദറെ അങ്ങനെ പറയരുത്, നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ടെങ്കിൽ. അവർ BSc ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് മാരേജ് ആയത്, അത്രയും വളരെ ചെറുപ്പമാണ്. എനിക്കന്ന് 28 വയസ്സ് പ്രായമുണ്ട്. അവർക്ക് 20 എന്നെക്കാളും വളരെ വയസ്സ് കുറഞ്ഞൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഒരു പാസ്റ്ററിൻ്റെ മോളാണ്. വളരെ വളരെ ഒരു ദൈവസ്നേഹമുള്ളൊരു സഹോദരിയാണ് അവർ. അതേപോലെ തന്നെ സഹോദരൻ അങ്ങനെ രണ്ടുപേരും അങ്ങനെയാണ്. അപ്പോൾ അവരിരുന്നത് ഉപവാസം. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു. അവർ പറഞ്ഞത്, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ദൈവവേല ചെയ്യുന്നു, നിങ്ങൾ മാരേജ് ചെയ്തിട്ട് ദൈവവേലയിൽ ഇറങ്ങണം, ഞങ്ങളെ പോലെ അവരവിടെ. അപ്പോൾ ഞാനിത് തിരിച്ച് വൈകുന്നേരം കോളേജിൽ വന്നിട്ട് ഞാനിത് ദേവസേനയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ചോദിച്ച് അപ്പോൾ എൻ്റെ ശാരീരിക സ്ഥിതി അന്ന് വളരെ മോശമാണ്. അപ്പോൾ ഇതിൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ അങ്ങനെ ഒരു വിവാഹം കഴിക്കേണ്ടെന്ന് തീരുമാനം എടുത്തതിന് കാരണം തന്നെ എനിക്കുള്ള ഈ ഇഞ്ചക്ഷനുള്ള ഒരു 6 മണിക്കൂർ ഒരു ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നു. അത് 1 മാസത്തിൽ കൂടുതൽ അതേ ഇഞ്ചക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മെഡിക്കൽ വന്നിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് 10, 200, 300 ഇഞ്ചക്ഷൻ എനിക്ക് 2-3 മാസത്തിലധികമായിട്ടായി. ഇപ്പോൾ വളരെ കണ്ടീഷൻ മോശം. അപ്പോൾ ഇതെല്ലായിടത്തും ഈ മരുന്ന് കിട്ടത്തുമില്ല. അപ്പോൾ സ്ഥിരമായിട്ടൊരു മെഡിക്കൽ ഉണ്ട് അവിടെ. പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നപ്പോൾ രണ്ടാമത് വീണ്ടും പോയപ്പോഴത്തേക്ക് ആ മെഡിക്കൽ ഷോപ്പിൽ അയാൾ ചോദിച്ചത്, ഈ ആള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. അപ്പോൾ അയാൾക്ക് പിന്നെ അത്രയും എഫക്റ്റാണ്. അവർ ഇനി ജീവിച്ചിരുന്നാലും ഈ പുള്ളിയെ കൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹാർഡായിട്ട് ജോലി ചെയ്യുന്നത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക, അത്രയുള്ള ഒരു ഫോട്ടോ പോലെയാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് ആണ് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ഒരു വലിയ നല്ലൊരു കണ്ടീഷൻ എങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് 90 ദിവസം 3 മാസത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സ്വത്വം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം ഞാൻ പറഞ്ഞു തീരുമാനം, ഇതുപോലെ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നതിന് ഞാൻ എന്നോട് ദൈവം സംസാരിച്ചതുപോലെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ എനിക്ക് കല്യാണം കഴിക്കാനുള്ള ആ പെൺകുട്ടി അവിടെ ഉണ്ടാകാം, അവളോട് ദൈവം സംസാരിക്കും. അപ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവളോട് സംസാരിക്കും, ഞാനെങ്ങനെ അറിയും? ദൈവം എന്നോട് സംസാരിക്കും. ഞാനിവിടെ ഗ്രാജുവേഷൻ ചെയ്ത് പോയി, ഞങ്ങൾ ചർച്ചിൽ പോയി. ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് വേറൊരു പാസ്റ്ററുടെ മകൾ 2 പേരും ചേർത്തി അവിടെ ഉണ്ടായിരുന്നു. അവരെ പപ്പ പാസ്റ്ററാണ്. അപ്പോൾ ഒത്തിരി ദൂരെയാണ് അവർ ചർച്ചിൽ പോകണം. അപ്പോൾ ഈ അടുത്ത ചർച്ചിൽ
ഇവരെ അടുത്ത ബസ് കയറി അവരവിടെ നിന്ന് അവർ ചർച്ചയിൽ പോകും. ബാക്കി അവര് 5 മക്കളും അപ്പനും അമ്മ 7 പേരിൽ 2 പേര് ഇവിടെ ആക്കും, ബാക്കി 5 പേര് പോകും. അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഇവിടെ ഇരുന്ന സമയത്ത് ഞാൻ ആണ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന അവരോട് പറയാനിടയായി, ഇതാകുന്നുണ്ടെങ്കിൽ തുണ എന്ന് പറയാനിടയായി. അപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞ് ഇവളങ്ങ് മയക്കം വന്ന ഒരു ദർശനത്തിൽ കാണും പോലെയായിരുന്നു പറഞ്ഞത്. വിഷാദിനങ്ങ് ശാദിച്ചു പോലെ എന്നിട്ട് വിഷാദെന്ന് പറഞ്ഞു ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു ഇതായപ്പോൾ അതങ്ങ് വിട്ടു, അതങ്ങ് പിന്നെ അങ്ങ് മറന്നുപോയി. അപ്പോൾ ഞാനിത് പിന്നെ പ്രാർത്ഥിച്ചതും ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. ഇത് ആലോചന മുഖാന്തരമാണ് വന്നത്. അപ്പോൾ ഞാനിത് പ്രാർത്ഥിച്ചപ്പോൾ അതിന് ഒത്തിരി ആലോചനകൾ വന്നു. നല്ല ബദ്ധമുള്ള നല്ല നമ്മുടെ സമുദായത്തിൽ നിന്ന് ഹിന്ദുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വേണ്ടത് പല നമ്മുടെ പാസ്റ്റർ മുഖാന്തരമായിട്ടാണ് വന്നത്. ഞാൻ ആദ്യം രക്ഷിക്കപ്പെട്ട ചർച്ചിലെ പക്ഷാസഭ ഒരു പ്രവർത്തകത്താണ് ചർച്ച്. അപ്പോൾ പിന്നെ കോവളത്തിനും പല ഇങ്ങനെ ആലോചന വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യം അത് നടത്തിപ്പോൾ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് എനിക്ക് ബൈബിള് ആധികാരികമായിട്ടൊന്നും അപ്പോഴും അറിയത്തില്ല. ഇപ്പോഴും എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സുവിശേഷം കേട്ടു അതിങ്ങനെ പഠിച്ച് ദൈവവചനം അങ്ങനെ പഠിച്ച് വരുന്നു, മനസ്സിലാക്കി വരുന്നതാണ്. അപ്പം ദൈവം നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ചെറിയ ബുദ്ധിയിൽ, എൻ്റെ ചെറിയ ബുദ്ധിയിൽ അറിഞ്ഞ അറിവിൽ പറയുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ നിന്നായതുകൊണ്ട് ദൈവം എന്നോട് ആ നിലകളിൽ ഇടപെട്ടു. അത് ദൈവത്തിന് എന്നോട് ഉള്ള കൃപയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കും. കാരണം എനിക്ക് മനസ്സിലാക്കണം, ഞാൻ എൻ്റെ അറിവിൻ്റെ ആ സത്യത്തിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു. ദൈവം ആ ആദ്യ ദിവസം മുതൽ ഞാൻ പറഞ്ഞതുപോലെ ആ അനുഭവം ഉണ്ട്. അതുപോലെ തന്നെ അനേക കാഴ്ചകൾ ദൈവം എനിക്ക് കാണിക്കാനിടയായി. ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ദർശനങ്ങൾ കാണുമായിരുന്നു. ഓരോ സഭോസലും പറയുന്നത് പോലെ ഈ വിവാഹത്തിന് മുമ്പുള്ള കാര്യം ആ ഒരു ദർശനം വഴി എനിക്കത് ഓർമ്മയിൽ വന്നത് കൊണ്ട് അതും കൂടി ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച ദിവസം മൊത്തം ഫ്രീ ആണ്. ശനിയാഴ്ച ദിവസം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോയി ചിലപ്പോൾ ലഞ്ചും കഴിഞ്ഞിട്ട് മേളിൽ കയറി വരും. 4 നിലയിലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അതൊരു ഡോർമെറ്ററിയാണ്. ബാക്കിയെല്ലാം ഇത് റൂമുകൾ ഇത് ഉണ്ടെങ്കിൽ അത് ഡോർമെറ്ററി ഞാൻ ആ ഒരു ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഏറ്റവും അന്ന് സെക്കൻഡ് ഇയറാണ്. അപ്പോൾ മറ്റേ തേർഡ് ഇയർ പാർട്ടികൾ അവർ മറ്റേ ഗ്രാജുവേറ്റ് ചെയ്യുന്നവരൊക്കെ അവിടെ നിന്ന് തീസിസ് ചെയ്യുന്ന സമയം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ പോയി ഞാൻ ലഞ്ചും കഴിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കിടന്നപ്പോൾ ഇവരെന്തെന്നറിയാം എൻ്റെ അടുത്ത വീട്ടിലടുത്ത് എല്ലാവരും 2-3 പേര് കൂടി അവർ തീസിസിൽ എഴുതുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഉറങ്ങി. പെട്ടെന്ന് ഞാനൊരു കാഴ്ച ഇങ്ങനെ കണ്ടത്, 2 പേര് എൻ്റെ സൈഡിലുണ്ട്. പോകുന്ന സമയത്ത് ഈ നക്ഷത്രങ്ങളെ കഴിഞ്ഞ് പോയപ്പോഴേക്ക് ഞാൻ നോക്കിയപ്പോൾ അത് നക്ഷത്രങ്ങളാണ്. എല്ലാം ഭയങ്കരമായ പ്രകാശത്തിൽ ശോഭിക്കുന്ന ഒരു നക്ഷത്രം. അത് വല്ലാത്തൊരു ഭയങ്കര ഒരു പ്രകാശവും വല്ലാത്തൊരു നിലയിലും കണ്ട് ഭയങ്കര ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ ഇവരെല്ലാവരും ഇരുന്നുണ്ട്. ഞാനിങ്ങനെ സാധാരണ കിടക്കുന്നത് പോലെ വീട്ടിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോഴത്തെ ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ 2 പേരും ഇങ്ങനെ സൈഡിലിങ്ങനെ എന്നോടൊപ്പം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ മരിച്ചു പോയോ? മരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഭയമൊന്നും തോന്നുന്നില്ല. ഞാൻ മരിച്ചിട്ടാണ് പോകുന്നത്. ഇല്ല നിന്നെ കാഴ്ച കാണിക്കാനുണ്ട് എന്ന് പറഞ്ഞു. പോയി ഇതിങ്ങനെ പറഞ്ഞതും ഞാൻ സ്വർഗം അത് കാണുന്നു, സ്വർഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അവിടെ ഓരോരുത്തരും കാണുന്നത് ഒരു സ്വർണത്തിൽ ഭയങ്കരമായ ഒരിത് നമുക്കത് വർണ്ണിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അതിലിങ്ങനെ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ ഇത് നമ്മുടെ നല്ല ഗോതമ്പിൻ്റെ എന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ബീറ്റ് പോലെ നല്ല നീളവും നല്ല ഭയങ്കരമായ തിളക്കമുള്ളതാണ്. ഇങ്ങനെ സ്വർണ്ണമണികൾ പോലെ അതിങ്ങനെ പാറ്റിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഓരോ നിലയിലാണ്. ഇതെന്തെന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ കൂടെ ഉള്ളവർ ചോദിക്കാനായിട്ട് തുറക്കുന്നതും വചനം വരും. ഇതുടനെ ഓർമ്മ വരും. ഇതുടനെ ആ വചനം എഴുതിയിരിക്കുന്നത് ഓർമ്മ എല്ലാം ഇങ്ങനെ അവർ ചോദിക്കുന്നത് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്ത് എന്ന് ഞാൻ ചോദിക്കാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഇതെന്തെന്ന് ചോദിക്കുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. റൂമിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഭയങ്കരമായ ഒരു സ്വർണ്ണം, ഭയങ്കരമായ ഒരു ഇതാണ്. നമുക്കത് പറഞ്ഞ് നമുക്ക് ഫലിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞത് അത്രയും ഭയങ്കരമാണ്. നോക്കി ഒരു ശബ്ദം കേട്ടു, അവൻ അറിയേണ്ടതെല്ലാം പറയുക എന്നുള്ള രീതിയിൽ
കാണിച്ചു കൊടുക്കുക, പറയുക എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഇത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാളിങ്ങനെ എഴുതുന്നുണ്ട്. അപ്പം മുഖം നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് ഇപ്പം അത് ഓർക്കാൻ പറ്റത്തില്ല. പക്ഷെ അത്രയും ഭയങ്കരമായ ഈ നമ്മുടെ ബൈബിൾ പറയുന്ന പോലെ അത്ര തിളക്കമാർന്ന മുടിയും ഭയങ്കരമായ ആ ഒരു വെള്ള നിലയെങ്കിൽ പോലെ അത് ഞാൻ ധരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും പ്രകാശകിരണങ്ങൾ ഭയങ്കരമായിട്ട് ഭയങ്കര ശോഭയിൽ തിളങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ 3 പുസ്തകം രണ്ടെണ്ണം അടക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഇങ്ങനെ ഒന്ന് പെണ്ണുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. രണ്ടുപേരും ഇങ്ങനെ ഇത് ദൂതമായി നിൽക്കും പോലെ ഇങ്ങനെ ഊരാണ്ട് സ്വർണ്ണ ഭയങ്കര നീളമുള്ള ഇങ്ങനെ ഇത് വീണ അതിനകത്ത് ഭയങ്കരമായിട്ട് രീതിയിൽ വല്ല ഒരു ഇതാണ്. അതിങ്ങനെ ചുണ്ടിനോട് അടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർ നോക്കുന്ന ഈ എഴുത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എഴുത്ത് തീരുന്നതും ഈ പുസ്തകം അടഞ്ഞാൽ ഉടനെ ഇത് ഇങ്ങനെ ഊതണം. അപ്പോഴേ ആ കാഴ്ച കണ്ട സമയത്ത് അതിൻ്റെ നല്ല ഇതിൽ അത് കുറച്ച് നമ്മൾ പഠിച്ചു തന്നെ ഉണ്ടെങ്കിലും അത് അങ്ങനെ ഞാൻ ആ മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ എഴുതുന്ന ആൾ തന്നെയാണ് പറഞ്ഞത്, അവൻ അറിയേണ്ടതെല്ലാം കാണേണ്ടതെല്ലാം കാണിക്കുക, അറിയേണ്ടത് പറയുക എന്നത്. ഇത് പറഞ്ഞ് ഇത് ആരെന്ന് കേട്ടതും അതിപ്പോൾ അറിയണ്ട എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു. ആ ദൂതന്മാരാണ് അത് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ അവർക്ക് പോയപ്പോൾ ശരി, എന്നിട്ട് ശബ്ദം വീണ്ടും ഈ ശബ്ദം കേട്ടെന്ന് വീണ്ടും ശബ്ദം എന്നെ കൊണ്ട് എന്നെ കൊണ്ട് തിരിച്ചു വിടാൻ പറഞ്ഞു. എൻ്റെ പേര് പറഞ്ഞില്ല, തിരിച്ചു വിടാൻ പറഞ്ഞു. തിരിച്ചുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി ഒരു സ്ഥലം ഭയങ്കരമായൊരു പിന്നെ ഒരു ഭയങ്കര ഒരു സ്ഥലത്തിന് ഒരു ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്. 2 സൈഡും മുള്ളു വേലിയാണ്, ഭയങ്കരമായ വേലി. പക്ഷെ എൻ്റെ കാലിൽ ചപ്പലൊന്നുമില്ല. എൻ്റെ മുമ്പിൽ പോകുന്ന ആളുടെ ചപ്പലൊന്നുമില്ല, ബാക്കിലാളും ചപ്പലൊന്നുമില്ല. പക്ഷെ മഞ്ഞുണ്ട്. മഞ്ഞുകൊണ്ട് ഈ ഇലകളിലെല്ലാം ഇതുണ്ട്, മഞ്ഞ് അങ്ങനെയുള്ള അവസ്ഥ. ഞാൻ ഇങ്ങനെ പിടിച്ചു നനയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ കൈ വീശി നടന്നു കഴിഞ്ഞാൽ മുള്ളിൽ വലിച്ച് കീറും, ദേഹം എല്ലാം കീറിപ്പോകും. കാര്യം എൻ്റെ ഫ്രണ്ടിൽ മുന്നോട്ട് ഒരാളുണ്ട്, എൻ്റെ ബാക്കിന് ഒരാളാണ്. നടന്ന് വന്നപ്പോൾ ഭയങ്കരമായൊരു നദി. അത് ഭയങ്കര കലങ്ങ നദിയാണ്. ആ നദിയിൽ ഇങ്ങനെ നദി ഇങ്ങനെ കലങ്ങി മറിഞ്ഞില്ല. അപ്പോൾ ഈ നദിക്ക് അപ്പുറം വന്നു കഴിഞ്ഞാൽ വിശാലമായ സ്ഥലവും വേലിയൊന്നുമില്ല, ഭയങ്കരമായ നല്ലൊരു സ്ഥലം. ആ സ്ഥലത്തിൽ ഇവിടെ പിന്നെയും ഒത്തിരി യാത്ര ചെയ്യാനുണ്ട്. ആ സ്ഥലം നമുക്ക് കാണാം. പോകേണ്ട സ്ഥലം അങ്ങനെയാണ്. ഈ നദി കണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ ഭാഗത്തുനിന്ന് ഇത് ജോർദാൻ നദിയല്ലേ. അപ്പോൾ അതിന് അദ്ദേഹം എന്ന് പറഞ്ഞു അത് ഈ നദി കടന്ന് പോണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെങ്ങനെ നടന്നു? എൻ്റെ വെള്ളവസ്ത്രം ഞാൻ ധരിച്ചിരിക്കുന്നത്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ തോർത്ത മറ്റു തുണിയൊന്നും ഇല്ലല്ലോ. ഇത് മാത്രമല്ല, നടന്നു പോയാൽ എൻ്റെ ആഴം ഭയങ്കര ഒഴുക്ക് പോലല്ലേ തോന്നുന്നത്, നമ്മൾ നനയും, അതുമാത്രം ചെളിവെള്ളമാണ്. എന്നൊക്കെ ഒരുപാട് റീസണൊക്കെ ഞാൻ പറയാൻ തുടങ്ങി. പക്ഷേക്ക് ഇത് പറഞ്ഞു ഞാൻ എൻ്റെ ബാക്കിൽ തന്നെ ആളോട് പറയാം. ഞാൻ പറഞ്ഞിട്ട് എവിടെ നിന്നും അറിയത്തില്ല, എനിക്കൊരു തോർത്ത് കിട്ടിയത് പോലെ. എൻ്റെ പക്ഷേ അതൊരു തോർത്തുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ തോർത്ത് ഇതിനെ ഷർട്ടിനെ ബനിയൻ മാത്രമായിട്ട് മുണ്ടിനെ ഇട്ട് ഈ തോർത്ത് ഞാൻ കൊടുത്ത് എല്ലാം ശരിയാക്കി ഞാൻ എണീറ്റപ്പോൾ ഈ എൻ്റെ മുമ്പിൽ ഇറങ്ങി ഈ നദി ക്രോസ് ചെയ്യാതെ മറിയിട്ടാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആളുണ്ട്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ നദിയിലൂടെ ഇറങ്ങി അക്കരെ കിടന്ന മനുഷ്യൻ അയാളുടെ ശരീരത്തിൽ ഒരല്പം പോലും വെള്ളത്തിൻ്റെ നനവില്ല, ഒരല്പം പോലും ചെളി അയാളുടെ ശരീരത്തിൽ പറ്റിയിട്ടുമില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ എൻ്റെ മുമ്പിലുള്ള ആളിൻ്റെ വാക്ക് കേട്ടില്ലെങ്കിൽ ആ ദൂതനാണെന്ന് ആ ഒരു ഉറപ്പല്ല, പക്ഷെ എന്തോ ആ ഒരു ആളിനെ ഞാൻ വിശ്വസിച്ചു, എൻ്റെ കൂടെയുള്ള ആളിനെ ഞാൻ വിശ്വസിച്ചില്ല. അയാൾക്ക് ആപത്ത് പറ്റുക എനിക്ക് പറ്റട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങിയില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കരമായ സങ്കടത്തിൽ ഞാൻ ഇറങ്ങാനായിട്ട് ആ കാല് വെച്ചത് ഈ എൻ്റെ കാല് ഒരു 2 കാല് ഞാൻ വെച്ചു. എൻ്റെ ബാക്കിലുള്ളയാൾ തുറന്നിരിക്കുക. എൻ്റെ മുന്നേ പോയയാൾ വരാൻ പറഞ്ഞു. അയാൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുന്നു. ഇയാൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്നയാളെ ഞാൻ കടന്നു പോകാൻ വേണ്ടി എൻ്റെ ബാക്കിൽ ഉണ്ട്. ഞാൻ പെട്ടെന്ന് സങ്കടം വന്നു, ദൈവത്തോട് ക്ഷമ പറഞ്ഞു, കർത്താവ് ഞാൻ വിശ്വസിച്ചില്ലല്ലോ എൻ്റെ കൂടെ ഉള്ളയാളിനെ ഈ വെള്ളം അയാളെ ഒഴുക്കത്തില്ലേ എന്നുള്ള നിലയിൽ. പക്ഷേ ഞാൻ കാല് വെച്ചു, പക്ഷേ കാല് താഴ്ന്നു. ഭയങ്കരമായിട്ട് എനിക്ക് അത്ഭുതമായി തോന്നി. ഞാൻ കാൽ താഴ്ന്നില്ല. മാത്രമല്ല ഉടനെ വലിയൊരു സ്ക്രീൻ എൻ്റെ മുമ്പിൽ വന്ന് ഇറങ്ങി. വലിയൊരു സ്ക്രീൻ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യാന്ന് വെച്ചാൽ അതിൽ
ലെറ്റർ ഇങ്ങനെ ശബ്ദം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ അത് എന്നോട് ചോദ്യം അതില് എഴുതുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന അതിൽ ഞാൻ നോക്കിയപ്പോൾ ക്യാൻ യു ക്രോസ് ദ റിവർ എന്നുള്ള ഒരു ലെറ്റർ ഇങ്ങനെ പോകുന്നുണ്ട്. സ്വർണ്ണ ലിപിയാണല്ലോ, ക്യാൻ യു ക്രോസ് ദ റിവർ. പക്ഷെ അതിനു മുമ്പ് ഞാൻ പല ദക്ഷിണേന്ത്യകൾ കണ്ടിട്ടുണ്ട്, എല്ലാത്തിലും ഒരു മലയാളത്തിലോ അല്ലെങ്കിൽ ഞാൻ പോകാൻ നോർത്ത് ഇന്ത്യയിലെ പ്രദേശത്ത് ഒരു ഭാഷയൊന്നുമില്ല, ഇതും ഇംഗ്ലീഷ് വന്നു. അതുപോലെ ആ എഴുത്തിനോട് കൂടി ശബ്ദവും കേട്ട് ക്യാൻ യു ക്രോസ് ദ റിവർ എന്ന് ഞാൻ പറഞ്ഞു, യെസ് ഐ ക്യാൻ ക്രോസ് എന്ന് പറഞ്ഞതും ഞാൻ ഈ കാലുവശം നടന്നു. പിന്നെ ഇത് പോയി ഇതിനപ്പുറം അതിവിശാലമായ ഒരു സ്ഥലത്തേക്ക് നടന്നു പോകണം. ഈ ദർശനങ്ങൾ അതുപോലെ അതനുബന്ധിച്ചുള്ള ചില കാഴ്ചകൾ കാണുവാൻ ഇടയായി. പല ക്രൂശിന്റെ കാഴ്ചകളാണ് കാണുന്നതെല്ലാം. ചില ക്രൂശ് മറ്റേ എന്റെ മേൽ പ്രകാശിക്കുന്നതൊക്കെ കണ്ടു. അപ്പം അത് ഞാൻ പിന്നീട് ചില പാത്രമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടപ്പോൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, ഞെരുക്കങ്ങളുണ്ട്, സുഹൃത്തുക്കളെ വളരെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ ഗ്രാജുവേഷന് കഴിഞ്ഞ് നാട്ടിൽ വന്നു. പിന്നെ മാരേജുമായി ബന്ധപ്പെട്ട് ദൈവം സംസാരിച്ചതുപോലെ പല ആലോചനകളും വന്നു. അപ്പോൾ അതിൽ ചിലതൊക്കെ വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടായിരുന്നു, മറ്റ് കാസ്റ്റ് ആണെങ്കിൽ ഇഷ്ടമുണ്ടായിരുന്നത്. നല്ല എമ്മട്ട് പഠിച്ച് ജോലി ടീച്ചറായിട്ടുള്ളവർ, അത് നമ്മുടെ IPCയിലെ അന്നത്തെ സൗത്ത് സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡന്റ് അനിയത്തിയാണ്. അപ്പോൾ അത് വന്നപ്പോൾ ആളുകൾക്ക് എൻ്റെ വീട്ടിന് താല്പര്യമുണ്ട്, കാരണം ഇത് സാമ്പത്തികമുണ്ട്, സ്ഥലമുണ്ട്, പിന്നെ അവരെ ചർച്ച് ഏൽപ്പിക്കും എന്നുള്ള നിലയിൽ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇതായി, നല്ല സാമ്പത്തികമാണ്. ഞാൻ എൻ്റെ അടുത്ത് ആ പാസ്റ്റർ വലിയ സ്നേഹമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. അവസാനം ഇപ്പം വിവാഹം കഴിച്ചതിൻ്റെ വൈഫുമായിട്ട് ആ ആലോചന പാസ്റ്റർ ഞാൻ പ്രാർത്ഥിച്ചു. നടത്തിക്കൊണ്ടായ ദൈവം കാണിച്ചതിന് പ്രകാരം അതെല്ലാം സംഭവിച്ചു. അപ്പൊ ഞാനിത് പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു, ഭയങ്കര പ്രശ്നമായി. ചേട്ടന്മാർക്കെല്ലാം ഭയങ്കര, എന്ന് വെച്ചാൽ സാമ്പത്തികം ഇങ്ങനെയാണ്. പിന്നെ ഒരു വലിയ ഫാമിലിക്കാരല്ല, വലിയ ബന്ധുബലമില്ല പറയാനായിട്ട്. എൻ്റെ അനിയൻ്റെ ബന്ധുക്കളാണ്, അനിയൻ്റെ വൈഫിൻ്റെ സംബന്ധക്കാരാണ് എന്നൊക്കെ പറയാനുള്ള പേരില്ല. അങ്ങനെ പല ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായി പറയാൻ പറ്റാത്ത നിലയിൽ. അപ്പോൾ ഞാൻ പിന്നെ ഇത് വേണ്ടെന്ന് വെച്ച് നമ്മൾ ഇത് പറഞ്ഞിട്ട് 4 മാസം ഇങ്ങനെ അതങ്ങനെ കഴിഞ്ഞു പോയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ അവരുടെ വീട്ടുകാരും പറഞ്ഞു, വൈഫും പറഞ്ഞു ഇങ്ങനെയാണ്, വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. എല്ലാം അവരും ഈ ദർശനം കണ്ടിട്ടുണ്ട്, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആകുന്നതൊക്കെ കണ്ടു. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്ന് ഞാൻ അത്രമാത്രം പ്രശ്നങ്ങൾ നേരിട്ട്. ഞാൻ എൻ്റെ കല്യാണം ഞാൻ ഇങ്ങനെ ആലോചിച്ചാൽ പറഞ്ഞു, ഇങ്ങനെ ദൈവം ഇങ്ങനെ കാണിച്ചു തന്നെ. ഞാൻ ആദ്യം സംസാരിച്ചത് ഈ പാസ്റ്റർ സംസാരിച്ച് വൈഫിനോട്, കല്യാണം കഴിക്കാൻ പോകുന്ന വീടിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം, നോർത്ത് ഇന്ത്യ വരാൻ ഇഷ്ടമുണ്ടോ. രണ്ടാമത്തത്, എൻ്റെ വീട്ടിൽ ഏതൊക്കെ ദേവദാസന്മാർ വന്നാലും ഞങ്ങൾ നല്ല ഒരു പൂർണ്ണ മനസ്സോടുകൂടി അവർ ശുശ്രൂഷിക്കണം, ആഹാരം ഉച്ചക്ക് എന്താണെങ്കിലും. പിന്നെ ഒരു കാര്യവും സത്യമല്ലാതെ ഒന്നും വായിന്ന് വരരുത് എന്ന് പറഞ്ഞു. എന്നിപ്പം കൊല്ലണം വിചാരിച്ചാൽ പോലും പറഞ്ഞുകൊണ്ട് കൊല്ലാം. അത്ര എന്ന് വെച്ചാൽ കള്ളം പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം പറയുന്നത് എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ തയ്യാറായി. ഇതിന് ഞാൻ പറഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് അത്ര ഇത് വല്ല ഞാൻ വേറെ അമ്മയോട് പറയാം, അമ്മയുടെ അച്ഛൻ്റെയും ഒരു ബ്ലെസ്സിങ് മതി എന്നുള്ള നിലയിൽ അമ്മ പറഞ്ഞ് ഇതെല്ലാം പ്രശ്നങ്ങളാവും, ഇത് ചേട്ടനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. സംസാരിച്ചവരെ ഭയങ്കര പ്രശ്നങ്ങളായി. പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു ദിവസം ഭയങ്കര അവർക്കും ഒരു ഇതായി പോയി. പിന്നെ അവർക്ക് ഇത് പറഞ്ഞിട്ട് എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർക്കും പറഞ്ഞു. എന്നാൽ വീട്ടുകാർക്ക് പ്രശ്നമാണെങ്കിൽ അവര് വീടിൻ്റെ അടുത്താണ് എൻ്റെ പാസ്റ്ററിൻ്റെ അനിയൻ താമസിക്കുന്നത്, അവരുടെ വീട്ടിൽ അവരിത് പറഞ്ഞപ്പോൾ അതെല്ലാവരും പ്രശ്നമാണെങ്കിൽ പിന്നെ അത് വേണ്ട എന്നുള്ള നിലയിൽ വെച്ചു. പക്ഷെ ഞാൻ ഇത് പിന്നീട് ദിവസങ്ങളിൽ ഇരുന്നു ഒരാഴ്ച ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നത് 2 കാര്യം. ഒന്ന്, ഞാൻ അടുത്ത് എന്ത് ശുശ്രൂഷ ചെയ്യണം, എന്നെ വിളിച്ച വിളിയുടെ എന്ത് നിർണയം അതെനിക്കറിയണമായിരുന്നു. പാസ്റ്റർമിസ്റ്റാണോ, ഇവാഞ്ചലിസമാണോ, എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് പോകണം എന്നുള്ള നിലയിൽ ആ ഒരു കാര്യം അറിയണം. രണ്ടാമത്, ഇത് ദൈവമാണോ എന്നോട് സംസാരിച്ചത് എന്ന് എനിക്കറിയണം.
എന്നുള്ള നിലയിൽ ഈ രണ്ട് കാര്യം ഈ വിവാഹത്തിന്. അപ്പോൾ ഒരാഴ്ച കുട്ടിമേൽ തന്നെ എല്ലാ ദിവസവും രാത്രി ഒരു 9 മണി ഇരിക്കും എൻ്റെ റൂമിൽ. വെളുപ്പിന് 5 മണിയാകുമ്പോൾ നിർത്തും. ഇത്രയും സമയം ഞാൻ മുട്ടുമേൽ തന്നെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ 7-ാം ദിവസം ഞാൻ ശനിയാഴ്ചയാണെന്ന് ഞാനന്ന് 5 മണിയായി. അപ്പോൾ എനിക്ക് മനസ്സിൽ വളരെ പ്രയാസവും ഭയങ്കരമായ വിഷമവും തോന്നി. എന്ന് പറഞ്ഞാൽ ദൈവം എന്നോട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനൊരു നിർണയമെടുത്തു. എത്ര ദിവസം പ്രാർത്ഥിക്കും, എത്ര ദിവസം അതിൻ്റെ വിഷയത്തിന് സ്വത്രം ചെയ്യുന്നു തീരുമാനിച്ചാൽ അതിനപ്പുറം ഞാൻ ഒരു കാര്യം ചെയ്തു. അപ്പോൾ അങ്ങനെ പിന്നെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ ദൈവം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല. ആരുമില്ല എന്നുള്ള സ്ഥിതി. വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രീസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഈ ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നു. അത് കാരണം പലർക്കും പ്രയോജനപ്പെടും. ദൈവലയിലാകാൻ പോകുന്നവർക്ക് വേണ്ടി പല സാക്ഷിക്കായിട്ട് ഇടപെടും. അപ്പോൾ അതിൽ ഒരു ദിവസം ഞാൻ 4-ാം നിലയിലാണ് കയറി വന്നപ്പോൾ ഡോർമെറ്ററിയാണ്, ഫസ്റ്റ് ഇയർ ആരുമില്ല. അതൊരു റിസർവായിട്ട് വെച്ചിരിക്കുന്നത്. പിള്ളേർ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഇടും, അത്രയാണ്. ഞാൻ ഫസ്റ്റ് ഇയർ, തേർഡ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എല്ലാം അവർക്ക് താഴെ ഫസ്റ്റ് ഫ്ലോറൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ കുറച്ച് പേര് എടുക്കാൻ പറഞ്ഞാൽ ആൾ കുറവായിരിക്കും അവിടെ. പിന്നെ ആരും ഒരു ശല്യമില്ല. അതുകൊണ്ട് അങ്ങനെ എടുത്തു. അപ്പോൾ ഒരു ദിവസം കയറി വന്നപ്പോൾ ഒരു പയ്യനെ പൂർണ്ണ നഗ്നമായിട്ട് ഒരു തുണിയില്ലാതെ അവനെ ഇരിക്കുന്നു. അടുത്ത പയ്യന്മാരൊക്കെ ഉണ്ട്, അവർ ഫസ്റ്റ് ഇയർ ആണ് പയ്യന്മാർ. അപ്പോൾ ആ ഫസ്റ്റ് ഇയർ പയ്യൻ അവരുടെ കൂട്ടുകാർ തന്നെ അങ്ങനെ എഴുതിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ സീനിയർ അല്ലേ, അപ്പോൾ ഞാൻ വന്നപ്പോൾ ഗ്രാജുവേറ്റ് ഞാൻ ഗ്രാജുവേഷനെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ഇതെന്താ ഇങ്ങനെ കയറിയിരിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ അത് അവൻ ചോദിക്കുന്നത് എനിക്ക് തുണിതാടാന്ന് പറയുന്നുണ്ട്. ഷിമാർ കൊടുക്കും. ഇവൻ ഒരു ഒച്ചപ്പാടും ബഹളമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവൻ എന്ന് വെച്ചാൽ ഇവൻ വലിയ ജീൻസും ഷർട്ടും ഇട്ട് ഇൻ ചെയ്ത് പോകും. പക്ഷെ ഇവൻ ബനിയൻ ഇടത്തില്ല, ഇവൻ അണ്ടർവെയറും ഇടത്തില്ല എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു, ഇവൻ അങ്ങനെയാണെങ്കിൽ ഇവൻ അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ എന്നോട്. നീ നാളെ പാസ്സാൻ പോകുന്നതല്ലേ. കുറച്ച് കഴിഞ്ഞപ്പം എന്ത് എങ്കിലും ഇങ്ങനെയൊക്കെ നടന്നിട്ട് എന്തുകൊണ്ടാ ഇങ്ങനെ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് മേടിക്കുന്നത്, തൊട്ടടുത്താണ്. അതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലില്ല, ബനിയനില്ല, ഷഡ്ഡി ഒന്നുപോലെ ഇല്ല. ഞാനിടുന്ന പാൻറ് ജീൻസും ഷർട്ടും ഏതെങ്കിലും കൂട്ടുകാരെയാണ്. ഞാൻ അവിടെ നിന്ന് ഇടത്തു നിന്ന് ഞാൻ ഒരുങ്ങിപ്പോയി. അതേ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയ ഒരു സമയമാണ്. ഞാൻ അവനെ ഓർത്തു. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലായി. ഞാൻ പിന്നെ ഒരാളിന് കടം വാങ്ങി ഞാൻ അങ്ങനെ ഒരു ബനിയൻ ഷർട്ടും ഇടാതെ ഒരിക്കലും ഇറങ്ങി പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വന്നു. ആ ഒരു സമയത്താണ് ഈ മാരേജിന്റെ സമയം കൂടെ വരുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ വൈഫിനോട് പോലും, കല്യാണം ആലോചിച്ച പെണ്ണിനോട് പോലും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഡൽഹിയിൽ പോവാം, അവിടെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊപ്പം കുറച്ച് ടീം വർക്ക് ചെയ്യാം, പിന്നീട് എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് ദൈവമാണ് സംസാരിക്കുകയും ചെയ്യാന്നുള്ള നിലയിലാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രാർത്ഥന ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നെ ദർശനം കാണിച്ചു. വലിയ കുളം, അതിന് ചുറ്റും ഭയങ്കരമായ കോൺക്രീറ്റ് കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞ് നോക്കാം, അങ്ങോട്ട് താഴോട്ട് നോക്കിയാൽ ജലാശയം മാത്രം. എന്നിട്ട് എന്നെ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ കൊണ്ട് താഴോട്ട് ഇങ്ങനെ 3 പ്രാവശ്യം ജമ്പിയായിട്ട് മേളിൽ കൊണ്ടുവന്നത്. എൻ്റെ വീണ്ടും ശബ്ദം ഞാൻ കേട്ടു, താഴോട്ട് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ 2 കൈ, പിന്നെ 2 കൈ, പിന്നെ മൊത്തം കൈകളങ്ങ് നിറയാൻ തുടങ്ങി. അതിങ്ങനെ നിലവിളിക്കും പോലെ നിറയാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് ഞാൻ വീണ്ടും ശബ്ദം കേൾക്കുന്നു, ഇവരെല്ലാം നാശത്തിലേക്ക് പോകുന്ന ആത്മാക്കൾ, ഇവരെ രക്ഷിക്കാൻ വേണ്ടി ആകുന്നു ഞാൻ എന്നെ വിളിച്ചിട്ടുള്ളത് എന്ന് ആ ഒരു ശബ്ദം കടന്നു. പക്ഷേ എൻ്റെ മാരേജിനെ കുറിച്ചൊന്നും ഞാൻ കേട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരു വശത്ത് സന്തോഷമുണ്ട്, ഒരു വശത്ത് സങ്കടമുണ്ട്. ദൈവം എൻ്റെ മാരേജിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം ദൈവമാണോ സംസാരിച്ചത്? ഈ പ്രശ്നങ്ങൾ ഇത്രയും വന്നപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഈ വൈഫിൽ പോകുന്ന ഒരു ചർച്ചിലെ ആ പാസ്റ്ററെ കാണാനും
ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം, ഒരു ആശ്വാസം കിട്ടും എന്നുള്ള നിലയിലാണ് ഞാൻ പോയത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ ഇവരുടെ വീടിൻ്റെ അടുത്തൂടെ ഒരു ബസ്സുണ്ട്, ഞാൻ അതിലൂടെ പോയപ്പോൾ എൻ്റെ ഇപ്പം വൈഫ് അവളിരിക്കുന്ന വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്കായിരുന്നു. ഞാൻ ആ ഫീസ് കണ്ടപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിൽ ഞാൻ അവരുടെ ഫീസ് കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. ഇതെല്ലാം മനസ്സിലുണ്ടെങ്കിലും ഞാൻ ആ പാസ്റ്ററെ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ വേറൊരു ക്ലാസ്, അതും എൻ്റെ സുഹൃത്താണ്. അത് ഞങ്ങളുടെ വീടിനെ കുറച്ച് ദൂരെയാണ്. അപ്പോൾ ആ വീട്ടിൽ ഇറങ്ങി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നൊരു സഹോദരൻ, അയാൾ പ്രവാചകനാണ്. അയാൾ തൊട്ടടുത്തുള്ള ചർച്ചിൽ അവർ 3 ദിവസത്തെ ഉപവാസത്തിന് വിളിച്ചിട്ടുണ്ട്. പുള്ളിയുടെ വൈഫ് അതും ഇതേപോലെ വേറൊരു സമുദായത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു പെൺകുട്ടിയാണ്. സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാണ്. അപ്പോൾ എൻ്റെ വൈഫ് അങ്ങനെ സമുദായത്തിലുള്ളതാണ്. എൻ്റെ വൈഫിൻ്റെ അപ്പൻ പാസ്റ്ററാണ്. പക്ഷേ ഈ പെൺകുട്ടി വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി, കുടിലിൽ താമസിക്കുന്ന പറമ്പോക്കിൽ. അപ്പോൾ ആ പെണ്ണ് പൂർണ്ണ ഗർഭിണിയാണ്. ഇപ്പം തന്നെ ആ വീട്ടിൽ എത്തും മുന്നേ തന്നെ പ്രസവിച്ചു പോകും, ആ ഒരു നിലയിലാണ്. പക്ഷേ ആ പാസ്റ്റർ എന്ന ദേവദാസനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായി കാണുന്ന ഒരാളാണ്. അയാൾ ഓടിങ്ങനെ വരുന്ന വരയിൽ പെട്ടെന്ന് ഇയാൾ വീട്ടിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ച് പോകാമെന്നുള്ള ഇതിൽ പ്രാർത്ഥിക്കാമെന്നപ്പോൾ എനിക്ക് ആ സൗകര്യം കണ്ട ഭയങ്കര സങ്കടം തോന്നി. കാരണം ബസ്സിലാണെങ്കിൽ ഇറങ്ങി 1-2 കിലോമീറ്ററാണ് ഈ സ്ഥലത്തെത്താൻ. ഇവരെ കൂടെ ഇയാൾ ഈ ഓടി നടക്കുന്നുണ്ട് ആ സ്ത്രീ. ഇയാൾ ഓട്ടമാണ്, എന്നുവെച്ചാൽ ആ പറഞ്ഞ സമയത്തിനവിടെ എത്തണമല്ലോ. ഇതിനിടെ 1 മിനിറ്റ് ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നും അത് ദൈവനിയോഗമാണ്. ഞാനൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, സഹോദര, നിങ്ങൾ വിചാരിക്കുന്നു ഡൽഹിയിൽ പോകാം എന്ന്, പക്ഷേ നിങ്ങൾക്ക് നേരിടുന്ന സംഭവങ്ങളെ ദൈവം തീർക്കും. നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന വിവാഹം നടക്കും. നിങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. ഇത് ഒറ്റ മനുഷ്യരും അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു മനുഷ്യരോടും ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും ആലോചിച്ചപ്പോൾ ഞാൻ ദൈവം തന്നെ. അപ്പോൾ ഞാൻ ദൈവം ദാവീദ് പറഞ്ഞത് ഞാൻ ഓർത്തു. ആ സംഗീത ഭാഗത്ത് ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. ദൈവം നമ്മോട് ഒരു കാര്യം ഒരിക്കലേ അരുളി ചെയ്യൂ, അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, കരുതണം എന്നുള്ളൊരു പാഠം ഞാൻ ഇന്ന് പഠിച്ചു. അതിനുശേഷം എൻ്റെ വൈഫിനെ സംബന്ധിച്ച് അപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ അമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവചന്ദ്രൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു, അപ്പോൾ അവർ ചോദിച്ചു, എന്നോട് വാസ്തവമായ ദൈവം പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ്. അപ്പോൾ എന്നിട്ട് വിദ്യാഭ്യാസം എന്നാൽ എല്ലാ കാര്യത്തിനും നല്ല 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. അപ്പം അസുഖം നിർത്തുകയാണ്. നല്ല അവർക്ക് സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അസുഖം കാരണം അവർ മൂത്ത മോളാണ്, ഭയങ്കര നിലയിൽ വളർത്തിയതാണ്. പക്ഷേ 2ാം ക്ലാസ്സിൽ പോയിട്ടുള്ളൂ, അതിന് ശേഷം പഠിച്ചിട്ടില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ഭയങ്കര നല്ല അറിവും നല്ല ജ്ഞാനവും എല്ലാം ഉണ്ട്. എല്ലാവരും അത്ര നിലയിൽ നല്ല ഒരു ആദരവോടെ കാണുന്ന ഒരു ഇതായിരുന്നു എൻ്റെ അമ്മ. അത് എനിക്ക് വലിയ ഒരു സന്തോഷകര കാര്യമാണ്. അപ്പോൾ അമ്മ ചോദിച്ചപ്പോൾ എനിക്ക് ഒരു പ്രവാചകൻ ചോദിച്ചു, ഞങ്ങളെ അറിയാതെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞതുപോലെ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നെങ്കിലും ഞാനൊന്ന് ചിരിച്ചു, വേറെ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഇതുമായിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ വൈഫിൻ്റെ വീട്ടുകാരെ ആലോചിച്ചു, രജിസ്റ്റർ മാരേജ് ചെയ്യാം. വീട്ടിൽ ചേട്ടന്മാരിൽ ഭയങ്കര എതിരാണ്, വീട്ടിൽ ഭയങ്കര എതിരുണ്ട്, അച്ഛനും അമ്മയ്ക്കൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ മറ്റു ഭാഷ എന്നോട് പറഞ്ഞത്, നാളെ നിങ്ങൾ വിവാഹം കഴിക്കുക പോകുന്നവരാണ്, രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന അത്ര കാമ്യമായ ഒരു കാര്യമല്ല, അതുകൊണ്ട് പ്രാർത്ഥികതയും വഴിയൊരുക്കും. അപ്പോൾ ഈ ചെറുപൈക്കലിലെ 25 പേരുടെ വിവാഹം നടക്കുന്ന സമയമാണ്. എന്നോട് അതിൽ നിന്ന് ഒരാൾ പിന്മാറിപ്പോയി. പെണ്ണ് കെട്ടാമെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ മാറിപ്പോയി. അവിടെ ഒന്ന് വേക്കൻ്റ് വന്നു. അപ്പോൾ എന്നോട് എൻ്റെ വൈഫിൻ്റെ ചർച്ചിലുള്ള മാതൃ ചർച്ചിലുള്ള ഒരു പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, അവരുടെ ചർച്ചിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ട്. അപ്പോൾ അയാൾ ഒരാളിങ്ങനെ പിന്മാറിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി സമയമില്ല, 2 ആഴ്ച 3 ആഴ്ച മാത്രമേ ഇനി ഉള്ളൂ, ഇനി അവരൊരാൾ തിരിച്ചെടുക്കുമെന്ന് അറിയത്തില്ല, വീണ്ടും ഒരാൾ അപ്ലൈ ചെയ്താൽ. ഞാൻ അവിടെ പോയി. അപ്പം ഈ അവിടുത്തെ ബൈബിൾ കോളേജിൻ്റെ ചെയർമാൻ പുള്ളി അമേരിക്കയിലാണ്, അയാൾ പഠിച്ചത് ഗ്രീസിലാണ്. അപ്പം ഞാൻ ഗ്രീസിലാണ്. ഇങ്ങനെ കാര്യങ്ങളെല്ലാം പുള്ളിയുടെ ചേട്ടനോട് പുള്ളിയോട് സംസാരിച്ചപ്പോൾ അനിയനും ഗ്രീസിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് ഫിക്സ് ചെയ്യാം, ശരി നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. ഞങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഞങ്ങൾ അങ്ങനെ ചെറുവയ്ക്കൽ വെച്ച്
ഞങ്ങളുടെ മാരേജ് നടന്നു. അതിനുശേഷം ആണ് ഞങ്ങൾ അടുത്ത മിനിസ്ട്രിയിലേക്ക്. ഞാൻ മാരേജ് 2 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഛത്തീസ്ഗഡിലേക്ക്, എനിക്ക് ഹിമാചലിലേക്ക് പോകണം. ഒരു കോണ്ടാക്റ്റും എനിക്കില്ല, പരിചയക്കാരൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സീനിയർ പഠിച്ച ആൾ ഛത്തീസ്ഗഡുണ്ട്. അയാൾ എന്നെ വിളിച്ചു താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഛത്തീസ്ഗഡിലേക്ക് വരാൻ താല്പര്യമില്ല, ഹിമാചലിലേക്കാണ്. പക്ഷേ എങ്കിലും തൽക്കാലം ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു. ആ സമയത്ത് അങ്ങനെയാണ് എൻ്റെ വൈഫ് ആ സമയത്ത് പ്രഗ്നൻ്റായി. 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വൈഫിന് 2ാമത്തെ മാസമായപ്പോഴത്തേക്ക് ഞാൻ ഛത്തീസ്ഗഡിൽ പോയി. അപ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയതോടെ എൻ്റെ സഹോദരന്മാരെല്ലാവരും അവിടെ വരവ് നിർത്തി. സാമ്പത്തികമായി എന്തെങ്കിലും കൊടുക്കുന്നത്, വീട്ടിൽ വേറെ വലിയ പ്രശ്നമില്ലെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, അമ്മയ്ക്ക് എന്തെങ്കിലും സാധനം കൊണ്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ എല്ലാവരും അച്ഛനും കൊണ്ട് കൊടുക്കുക, എല്ലാവരും ചെയ്യും. പക്ഷെ എൻ്റെ വൈഫിനെ ആരും ശ്രദ്ധിക്കത്തില്ല, ആരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അമ്മ അതിൽ നിന്നുള്ളതൊക്കെ ശേഖരിച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആ സഹോദരനും വലിയ സാമ്പത്തികമായ നേട്ടമുള്ള ഒരു സാമ്പത്തികമായ വലിയ ഇതൊന്നുമില്ല, ചെറിയ ചർച്ചുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മലയാളികൾ ആ ഛത്തീസ്ഗഡിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ 4 മലയാളികൾ അവർ എനിക്ക് പ്രത്യേകമായ ചിലപ്പം കാശുകളൊക്കെ തരും. അപ്പോൾ അത് ചിലർ കാശ് തന്ന് അവരെല്ലാ ആഴ്ചയിലും വരത്തില്ല. അവർ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 500 തന്ന അല്ലെങ്കിൽ 400 ഒക്കെ തന്ന അതിനെ അയക്കാൻ എൻ്റെ കയ്യിൽ 25-10 പൈസ ഒന്നും കാണത്തില്ല. അപ്പോൾ ഇതിന് ചില്ലറ അയക്കാൻ ഇത്രയും പൈസ എനിക്ക് അയക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ വെച്ചിരിക്കും. പക്ഷേ എങ്കിൽ 10 പൈസ അതിന് കിട്ടാൻ വേണ്ടി പിന്നീട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന അയച്ചു കൊടുക്കേണ്ടിവരും. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ മാരേജ് കഴിഞ്ഞ സമയത്ത് ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, മാരേജ് കഴിഞ്ഞതൊരു സംഭവമാണ്. അപ്പോൾ മാരേജ് കഴിഞ്ഞ് എൻ്റെ സഭയിൽ അറിയിച്ചു. അപ്പോൾ പാസ്റ്ററിന് ഇഷ്ടമില്ല, സാമ്പത്തികം ഇല്ലാത്ത പെണ്ണിനെ കല്യാണം കഴിയും. പാസ്റ്ററും ആ സഭക്കാരും വന്നിരുന്നു. ഒരു ബാനാണ് ഞാൻ പിടിച്ചത്. ഒരെണ്ണം എൻ്റെ ഭാര്യയ്ക്ക് അവരുടെ വീട്ടുകാർക്ക് വരാൻ വേണ്ടി ഒരു വാഹനം ഞാൻ അറേഞ്ച് ചെയ്തു. അത് എൻ്റെ കിട്ടുന്നത് കൊണ്ട് അവർക്കും എൻ്റെ കാര്യം നടത്തുക. അപ്പോൾ എനിക്കൊരു ഡ്രസ്സും അവർക്കൊരു ഡ്രസ്സും ഞാൻ കടമായിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഇതെല്ലാം കൊടുക്കുക എന്നുള്ള നിലയിൽ, ഇത് കിട്ടിയാൽ കടം തീർക്കാം എന്നുള്ള നിലയിലായിരുന്നു. അപ്പോൾ ആ ചർച്ചക്കാരും വന്നില്ല, എൻ്റെ ചർച്ച ആരും വന്നില്ല. പിന്നെ എന്നുവെച്ചാൽ ഞാൻ പുള്ളി പറഞ്ഞത് ഞാൻ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ ഞാനും എൻ്റെ വീട്ടുകാരും അവരൊക്കെ വേറെ വണ്ടിയിൽ വന്നു. എൻ്റെ വീട്ടുകാരുണ്ട്. തിരിച്ചു വന്നപ്പം 2 വണ്ടി ഉണ്ടായാലും ഒരു വണ്ടി ഞാനും എൻ്റെ വൈഫ് 2 പിള്ളേർ, വലിയ വാനാണ്. അതങ്ങനെയാണ്. വിവാഹം കഴിഞ്ഞ് ഞങ്ങളവിടെ വന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്നുമാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ആദ്യം ഞാൻ ഛത്തീസ്ഗഡിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വരുന്ന കല്യാണം കഴിഞ്ഞ ആ ദിവസം എൻ്റെ വൈഫ് ചോദിച്ചു, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് എന്താണ് എൻ്റെ ആഗ്രഹങ്ങളെന്ന് ചോദിച്ചു. നമുക്ക് ഒരു കുഞ്ഞ് വേണം, ആൺകുഞ്ഞ് വേണം, പെൺകുഞ്ഞ് വേണം, ഏത് കുഞ്ഞിനോട് താല്പര്യം എന്താണെന്നുള്ള വിഷയത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡെയിലി എൻ്റെ റൂമിൽ വെച്ച് ഞങ്ങളതിനെ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൺകുഞ്ഞ് വേണമെന്നായിരിക്കും പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടെ 5 പിള്ളേരാണ്, 5 പെൺകുച്ച് വേണമെന്നാണ്. പക്ഷെ എനിക്ക് ആഗ്രഹമാണ്. പക്ഷെ മൂത്ത ഒരാൾ ആൺകുട്ടിയുണ്ടെങ്കിൽ അവർ ദൈവവേലയിൽ വരണം എന്നുള്ള നിലയിൽ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ വിശ്വാസത്തിലാണ് പറഞ്ഞത്. പക്ഷെ അവൾ അത് ഞാൻ എൻ്റെ ഇത് ഇഷ്ടം പറഞ്ഞു. അവൾ നമ്മൾ രണ്ടും കേട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു ആൺകുഞ്ഞിനെ പ്രാർത്ഥിച്ചു. 2ാമത്തെ ദൈവം തരട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതും എൻ്റെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ എൻ്റെ ഒരു ആശുപത്രി പോയി കൺഫേം ആക്കി പ്രഗ്നൻ്റ് ആണ്. 1 മാസം കഴിഞ്ഞ് 2ാം മാസം ആകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ബൈബിൾ എടുത്തിട്ട് ഞാൻ നല്ലൊരു പേര് നോക്കിയപ്പോൾ അതിനെ കുറിച്ചുള്ള അനുഗ്രഹങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ട് ആഷർ എന്നുള്ള പേര് കണ്ടു. 1 മാസം കഴിഞ്ഞ് അവൾക്ക് പ്രഗ്നൻ്റ് ആയിട്ട് 1.5 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പേര് കണ്ടു. എനിക്ക് ഭയങ്കര അതിനെക്കുറിച്ച് വായിച്ചു. പിന്നെ അതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചപ്പോഴത്തേക്ക് നല്ല എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഈ പേരിടാമെന്ന്, ആഷർ എന്നുള്ള പേരിടാം. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു 2 ആഴ്ച മാത്രമാണ് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും വെളുപ്പിന് ഒരു 2-3 മണിയാകുമ്പോൾ അതിന്നും ശീലമുണ്ട്. ഞങ്ങൾ എഴുന്നേറ്റ്
കുഞ്ഞിന് വേണ്ടി ആശ എന്ന പേര് പറഞ്ഞപ്പോൾ ഒരു കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഛത്തീസ്ഗഡിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഞാൻ വെളിപ്പെടുന്നുണ്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോനെ ഞാൻ ഒരു കാഴ്ചയിൽ കാണാൻ ഒരു നാട്ടിൽ വന്ന് കാണുന്നത് പോലെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ എങ്ങനെ സ്വപ്നത്തിൽ കണ്ടോ അതുപോലെ തന്നെയായിരുന്നു അവൻ ആയിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെയും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ഹിമാചലിലേക്ക് പോയി. ഞങ്ങൾ ആദ്യം ഹിമാചലിൽ നിന്ന് ഛത്തീസ്ഗഡിൽ പോയിട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് അവിടെ എനിക്ക് താല്പര്യം, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹിമാചലിലുള്ള ഒരു ദേവദാസൻ അവിടെ പ്രൂട്ട് യൂണിവേഴ്സിറ്റി ഇവിടെ ഈ സ്ഥലത്ത് വന്നു. ഞാൻ പുള്ളിയോട് കാര്യം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഹിമാചൽ ഭയങ്കര പാടാണ്. എനിക്കത് കേട്ടിട്ടുണ്ട്, ഞാൻ അറിയാം. ഞാൻ ഹിമാചലിൽ വരണമെന്ന് അവിടെ മിഷണറി പ്രവർത്തനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുള്ളി പറഞ്ഞു ശരി വരാൻ പറഞ്ഞു. പുള്ളി അവിടെ വരെ ഈ പുള്ളി അവരുമായിട്ടുള്ള കുറച്ച് മിനിസ്ട്രിയുടെ കാര്യത്തിന് വന്നതാണ്. അവർ പോയിട്ട് ഞാൻ പിന്നെ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഹിമാചലിലോട്ട് പോയി. ഹിമാചലിൽ പോയി എൻ്റെ വൈഫ് പ്രസവം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 4-ാം മാസം ഇപ്പോൾ തണുപ്പ് മാറി വരുന്ന സമയം, തണുപ്പ് മാറി ഫെബ്രുവരി ആയതേ ഉള്ളൂ. ഞാൻ ഇവിടെ നാട്ടിൽ ഞങ്ങൾ ഹിമാചലിൽ വന്നു. അവിടെ വെച്ച് മിനിസ്ട്രി ആരംഭിച്ചു. പക്ഷേ വന്നതിന് ശേഷം എന്ന് വെച്ചാൽ അസുഖങ്ങളായി, പിന്നെ ഒത്തിരി പ്രശ്നങ്ങളായി, കുഞ്ഞിന് ഒത്തിരി പ്രശ്നങ്ങളായി. ഡീഹൈഡ്രേഷനായി, ലൂസ് മോഷനായിട്ട്, എല്ലാ തുണികളും ഒരു തുണി പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു ഭയങ്കരമായൊരു മെഡിക്കൽ കണ്ടീഷൻ അവന് വന്നു. ഒരിക്കലും കിട്ടത്തില്ല എന്നുള്ള നിലയിലായിരുന്നെങ്കിലും ദൈവം വലിയ അത്ഭുതം ചെയ്ത് അത് കടന്നുപോയ വഴികൾ വളരെ വലിയ ഒരു കാര്യമാണെങ്കിലും ദൈവം ആ സ്ഥലത്ത് ആ സമയത്ത് അത്ഭുതമായ ട്രീറ്റ്മെന്റ് ദൈവം അവന് കൊടുത്തു. ദൈവം അവിടെ ഇറങ്ങി വന്ന ആ ഒരു ട്രീറ്റ്മെന്റിൽ അവന് ജീവനെ കിട്ടി എന്നുള്ളത് ആയിരുന്നു. ശരിക്കും പറഞ്ഞത് അങ്ങനെയാണ്. ഞങ്ങൾ പിന്നെ ഹിമാചലിൽ 5 വർഷത്തോളം പല സ്ഥലത്തും ഞങ്ങൾ വേല ചെയ്തു. ഹിമാചലിൽ പഗ്ര നങ്കലിന്റെ അടുത്താണ്, ബഗ്ഡ നങ്കലിന്റെ ഇടയ്ക്കാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തൊട്ടടുത്ത് ഏജിയിൽ വേറൊരു പ്രവർത്തനമുണ്ട്. ഞാൻ ഏജിയിലാണ്. അവിടെ ഹിമാചലിൽ ഞങ്ങൾ ഓപ്പറേഷൻ അകപ്പയിലാണ് ഞങ്ങൾ. പക്ഷേ അവിടെ ഞങ്ങൾക്ക് ഹിമാചലിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ബോർഡറാണ് ശരിക്കും. ഈ ബഗ്ഡ ബിയാസ് മാനേജ്മെന്റ് പ്രോജക്റ്റിൽ അവിടെയാണ് ഈ കറണ്ടിന്റെ പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം. അപ്പോൾ അവിടെ ഇത് ടൗൺഷിപ്പാണ്. ഇതിന്റെ സ്റ്റാഫും താമസിക്കും. തൊട്ടടുത്ത് ഇതെല്ലാം ഹിമാചൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകും. ഇതിന്റെ അപ്പുറത്ത് ഒരു ഡാം, ഈ നങ്കൽ എന്ന് പറയുന്ന സ്ഥലം പഞ്ചാബിലും ബാഗ്ഡ ഹിമാചലിലും 2 ഡാം ഒരു 13 കിലോമീറ്റർ വ്യത്യാസത്തിന്റെ ഇടയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ടാണ് നമ്മൾ ഒരുമിച്ച് വേലയും ഇങ്ങോട്ടുള്ള അത് നമ്മൾ ഇവിടെ നമുക്ക് ആത്മാക്കളെ കിട്ടിയാൽ ഈ സ്ഥലത്തിലോട്ട് പോയി ആ ദൈവവേലയ്ക്ക് ചെയ്യാൻ അവിടെ ഇടവന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു ദിവസം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഞങ്ങൾ ഇവിടെ ഒരു പ്രേയറിന് പോയി. ഒരു സാധാരണ വീട്ടിലാണ്. ഞാൻ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. തീർത്തും ഹിമാചൽ പോട്ടെ, ആ സ്ഥലം ഭയങ്കരമായ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഒത്തിരി പേർക്ക് അടികെട്ടിട്ടുള്ള സ്ഥലം കൂടിയാണ്. ഞങ്ങൾ എന്നും ഒരു വീട്ടിൽ, സാധാരണ വീട്ടിലാണ്. 2 ടീംസാണ്, 2 പെൺപിള്ളേർ. അവർക്ക് രാത്രി ആകുമ്പോൾ അവർക്ക് പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവും. എന്നിട്ട് ഈ പിള്ളേർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക. എന്നിട്ട് രണ്ടുപേരും തല കൊണ്ടിട്ട് ചെല്ലിടിക്കും. അത് ഭയങ്കര. അത് ഞങ്ങൾ രണ്ടുപേരും പോയി ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വന്ന് ശരീരത്തിൽ വന്ന് ദേവികളെ ദേവന്മാരെയൊക്കെ പേര് പറയും, മാറത്തില്ല. കുറച്ച് മാറും, പിന്നെയും വരും. അങ്ങനെയായി. ഒരു ദിവസം ഞങ്ങൾ പോയി. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് രാത്രി 12 ഡിസംബറിലാണ്. മഞ്ഞ് പോലെ മഴ പോലെ പെയ്യുന്ന സമയം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓപ്പോസിറ്റ് വീട്ടിൽ കുറച്ച് പയ്യന്മാർ ഇത് ഹോക്കി സ്റ്റിക്കുമായിട്ട് നിൽപ്പുണ്ട്. കുറച്ച് പയ്യന്മാർ തടിയുണ്ട്, കുറച്ച് 4-5 സ്കൂട്ടറുമുണ്ട്. ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ടൗൺഷിപ്പാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടത്തിലുള്ള പാസ്റ്ററോട് ഞാൻ പറഞ്ഞത്, പക്ഷെ നോക്ക് പയ്യന്മാർ അവിടെ നിൽപ്പുണ്ടല്ലോ, അത് ചുമ്മാ. ഞാൻ പറഞ്ഞു ഈ രാത്രി 12 മണിക്ക് മഞ്ഞത്തുമ്പോൾ നിൽക്കുമെന്ന് ചോദിച്ചു. എനിക്ക് അപകടം മനസ്സിലായി. പക്ഷേ അതിനുശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി കുറച്ച് നീങ്ങിയത് ഇവർ 2 റൗണ്ട് ചെയ്തിട്ട് അടി തുടങ്ങി. അടി എന്ന് വെച്ചാൽ ഇരുമ്പ് അടിയുണ്ട്, ഒന്ന് സ്റ്റിക്കുണ്ട്. എൻ്റെ എല്ലാം ഞാനിങ്ങനെ പുള്ളിയെ കെട്ടിപ്പിടിച്ചായിരിക്കും. ഒന്ന് എൻ്റെ തലയ്ക്ക് ആദ്യത്തെ അടി കിട്ടി. ഞാൻ വിചാരിച്ചു ഇത് അവിടെ ഈ ബഗ്ര
ഹെവി ലൈനാണ് എല്ലാം കണ്ടുൽപ്പാദിപ്പിച്ചു പോകുന്നത്. അപ്പോൾ അത് പൊട്ടി വന്ന് വീണമെന്നാണ് ഞാൻ ഓർത്തത്. പിന്നെ അടിയാണ്, ഇതിനിടയിൽ റൗണ്ട് ചെയ്തിട്ട് അടി, ഇതിൻ്റെ കുറുക്കിലും തലയ്ക്ക് വേണ്ടി അടി കിട്ടി. അടി കിട്ടി തല അങ്ങ് കയറി വീങ്ങി. പക്ഷെ ഇതിൻ്റെ അകത്ത് ബ്ലീഡിങ് ഉണ്ടായി. കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, തടവുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ കാരണമാണ് ഞാൻ ഇന്ന് ഈ കണ്ണട ചെയ്യുന്നത്. ഈ കണ്ണിന് ഒരു സൈഡിൽ ഏകദേശം 60% അത് കാഴ്ച പ്രശ്നമുണ്ട്. ഇപ്പം പ്രശ്നമുണ്ട്. അതിന് ശേഷം ഒത്തിരി 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 ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ആയുർവേദം ചെയ്തു, പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻ ചെയ്തു. പിന്നെ അവസാനം ഞങ്ങൾ 2022 ഒരു വീട്ടിലെ പ്രേയറിൽ പോയിട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് തല്ലി തട്ടി. പിന്നെ അവൻ്റെ ബ്ലീഡിങ്ങും ചെറുതായിട്ടൊന്ന് ജസ്റ്റ് തട്ടിയതേ ഉള്ളൂ. ബ്ലീഡിങ്ങും പിന്നെ വെള്ളം പോലെ ഒഴുകാൻ തുടങ്ങി. പിന്നെ എനിക്ക് ആഹാരം ഭയങ്കര പ്രശ്നങ്ങളായി. ശരീരം വളരെ മോശം കണ്ടീഷനായി. അപ്പോൾ ഇതിനു മുമ്പ് ഒരു 5 വർഷത്തിന് മുമ്പ് തന്നെ ദൈവം ഒരു കാഴ്ച കാണിച്ചു തന്നു. ഒരു ദൈവദാസൻ ഇടപെട്ടു. ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം വാങ്ങും. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. സ്വന്തം വീട് വെച്ച് മോന് വെളിയിൽ പഠിക്കാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അവന് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് PG ചെയ്യണം എന്നുള്ള നിലയിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആലോചന പോലെ തന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങി. രജിസ്ട്രേഷൻ ചെയ്യുന്ന അന്ന് എനിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളായി, ആരോഗ്യ പ്രശ്നമുണ്ടായി. ഞങ്ങൾ ഒത്തിരി കടത്തിലാണ് മേടിച്ചത്. 10-15 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ വരെയായി. എല്ലാം കടമാണ്. ഞങ്ങളിൽ ഏകദേശം 2 ലക്ഷം രൂപ, ബാക്കി എല്ലാം കടം പലരും സഹായിച്ചതാണ്. പിന്നെ ഞങ്ങൾ നിൽക്കാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോന്നു. ട്രീറ്റ്മെൻറ്റിനായി വന്നത്. പിന്നെ ആ ഒരു സ്ഥലം ഹിമാചലിലുള്ള ഒരാളിന് ഞങ്ങൾ കുറച്ച് പൈസ തന്നെങ്കിലും അതെല്ലാം മാക്സിമം ഇനിയും അതിൻ്റെ കുറച്ച് കടം തീർക്കാനുണ്ട്. പക്ഷേ എങ്കിലും പിന്നെ മെയിനായിട്ടുള്ളതെല്ലാം തീർത്ത് ബാക്കി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പേഴ്സണൽ ലോൺ എടുത്തു. അങ്ങനെയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ മാക്സിമം ആ ഒരു സ്ഥലം ഞങ്ങൾ ഹിമാചലിലെ ഒരു മിഷണറിക്ക്, ഒരു മലയാളിയാണ്, കായംകുളത്തുള്ള, അവർ കുടുംബമായിട്ട് കൊച്ചും കുഞ്ഞുങ്ങളും അവരവിടെ നാട്ടിലുള്ള അവരുടെ സ്ഥലങ്ങളെല്ലാം വിട്ടിട്ട് അവരവിടെ ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിൽ ഞങ്ങൾ എവിടെ, ഹിമാചലിൽ നിന്ന് 5 വർഷം ഉണ്ടായിരുന്ന മിഷണറി പ്രവർത്തനം ചെയ്തു. മിഷണറി പ്രവർത്തനം ചെയ്ത ശേഷം ദേവാത്മാവിനോട് സംസാരിച്ച് പഞ്ചാബിലോട്ട് വന്നിട്ട് സഭാ പ്രവർത്തനങ്ങൾ. ആദ്യം 2 വർഷം ഞങ്ങളിരുന്നു. അവിടെ വെച്ച് ദൈവം ഒരു അത്ഭുതം ചെയ്തത്. 18 വർഷം പാരലൈസ് ആയിരുന്ന ഒരു ആൻറ്റി, അവർ നടന്ന് പാരലൈസ്, കൈയും കാലിങ്ങനെ മടങ്ങി ഇങ്ങനെ ഇരിക്കും. അവർ നടന്ന് 2-ാം നിലയിൽ ഞങ്ങൾ കടന്നു വന്നു. അവിടെ ദൈവം അനേക അത്ഭുതങ്ങൾ, മറ്റും പല അത്ഭുതങ്ങൾ ചെയ്തു. പലർക്ക് അസുഖങ്ങൾ സുഖമായി. 2 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മളെ എവിടെ ദൈവം അയച്ചു, ദൈവം സമയം തന്ന് നമ്മൾ അയക്കുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ട്. 2 വർഷം ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ അവിടെ ഏജിയിലെ തന്നെ അവിടെ സഭാപ്രവർത്തനത്തോടെ, പിന്നെ ഞാൻ ഏജിയിൽ തന്നെ ആയി. ആ ഓപ്പറേഷൻ അകപ്പേ വിട്ട് സഭാ മിനിസ്റ്റർ ചെയ്യുന്ന ഏജിയിലാണ്. അപ്പോൾ അവിടെ 2 വർഷം പ്രവർത്തിച്ചു. അവിടെ ഇപ്പോൾ ഒരാളുണ്ട്. അതിനുശേഷം ഞങ്ങൾ 1 വർഷം വീണ്ടും ഹിമാചലിലെ കുല്ലു മണാലിക്ക് അടുത്ത് അവിടെ മണ്ഡിയ സ്ഥലത്തുണ്ട്. അവിടെ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ വേറെ ദേവദാസനായിട്ട് പ്രവർത്തിച്ചു. അവിടെയും ഒരു പ്രവർത്തനം ഇപ്പോഴും ഉണ്ട്. അവിടെ മനോജ് എന്നൊരു ദേവദാസൻ അവിടെ മണ്ഡി എന്ന സ്ഥലത്ത് കുല്ലൂരിന് കുറച്ചിപ്പുറം അവിടെ പ്രവർത്തനമുണ്ട്. ഞങ്ങൾ എവിടെ പോയാൽ ഞങ്ങൾ എവിടെയും പയനിയർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ ചണ്ഡീഗഡിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് വന്നു. അത് അംബാലയ്ക്കിടയ്ക്കാണ്. അവിടെ വന്നിട്ട് ദൈവം അവിടെയും ഒരു പ്രവർത്തനം തന്നു. വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഇപ്പം ഈ അവസാനം ഞങ്ങൾ പറഞ്ഞ മൊഹാലി ജില്ലയിൽ തന്നെ പറഞ്ഞ സ്ഥലത്താണ് നമ്മളവിടെ ദൈവവേല ചെയ്തത്. അവിടെ ദൈവത്തിൻ്റെ വാക്തത്വം പോലെ തന്നെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചത് 10 വർഷം, ഒരാളിന് 14 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു, അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടി. അതിനുശേഷം ഒരാളിന് 12 വർഷം, ഒരാളിന് 7 വർഷം. അത് ഈ 14 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്ന UP-ക്കാരാണ്. UP അല്ല, MP-യിൽ നിന്നുള്ളവരാണ്. അവർ പിന്നെ ഒരു കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം അവർ MP-യിൽ പോയി. അവരിപ്പോൾ വിശ്വാസത്തിലാണ്. മറ്റ് ഒരു 12 വർഷം എന്നുള്ളത് അവർ ഹരിയാനക്കാരാണ്. അവിടെ സ്വന്തമായിട്ട് സ്ഥലവും എല്ലാം സ്വന്തമായിട്ടുള്ള ഇതുണ്ട്. അതുപോലെ പിന്നെ ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനും, അതുപോലെ ഇത് മിഷണറി പ്രവർത്തനം മറ്റ് വില്ലേജുകളിലൊക്കെ പോയുള്ള പ്രവർത്തനം തുടങ്ങി.
ഇതുപോലെ പല സ്ഥലങ്ങളിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ സൗത്ത് പഞ്ചാബിലും നോർത്തിലൊക്കെ പഞ്ചാബിലൊക്കെ പോകാനുള്ള ടീം പ്രവർത്തനത്തിലൂടെയാണ് ഒരുപാട് വീടുകൾ, ഒരുപാട് വ്യക്തികൾ സന്ദർശിക്കാനിടയായി. പലരും പല അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്നത് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഭയങ്കര ആരോഗ്യസ്ഥിതി വളരെ, ഞാൻ രക്ഷപ്പെടും പിന്നെ വീണ്ടും രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ ഒരു വിശ്വാസം ആർക്കും തന്നെ ഇല്ലായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ ആയുർവേദം പല പ്രാവശ്യം ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ ഈ നാച്ചുറോപ്പതിയുടെ ട്രീറ്റ്മെൻറ്റിൽ പോയി. അതിനുശേഷമാണ് ഇത്രയേറെ ഒരു മാറ്റം വരാനിടയായത്. നാച്ചുറോപ്പതി ഒരു 2 വർഷം വീട്ടിൽ അവർ ചെയ്തതുപോലെ തന്നെ 2 വർഷം തുടർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തലയ്ക്കുള്ള, അത് മാത്രമല്ല, ഈ തലയ്ക്ക് 2 പ്രാവശ്യം തലവേദന കിട്ടുന്നുണ്ട്. പുറത്തിങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ ഉപദ്രവങ്ങൾ ഏറ്റിട്ടുണ്ട്. അത് പോയിട്ട് തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു 2-ാം ആഴ്ചയിൽ ബസ് ഞാൻ സന്ധിച്ചുകൊണ്ട് ഇതുപോലെ ഞങ്ങളൊരു പ്രവർത്തനത്തിന് പോകാൻ വേണ്ടി ഒരു ഫാക്റ്റും കാര്യങ്ങളും എടുക്കണം. അതിനുവേണ്ടി ഒരു പോകുന്ന വഴിയിൽ യാത്ര അവസാനിക്കാൻ ഒരു 100-300 മീറ്റർ തന്നെ ശേഷിക്കുന്നത്. അപ്പോൾ ഈ ഡൽഹി ചണ്ഡീഗഡ് എക്സ്പ്രസ് വേയുടെ പണി ആ സ്ഥലത്ത് നടന്നൊരു സ്ഥലം, അവിടെ ഭയങ്കര ബിൽഡറിന് വേണ്ടി അതിന്റെ കുഴി 2-ാൾ താഴ്ചയോടും കുഴിയാണ്. അപ്പോൾ അവിടെ എടുത്ത് നിയന്ത്രണം വിട്ടിട്ട് തല ഉത്തരം ചെന്ന് അയാളുടെ വീണു. അപ്പൊ അതിന് മുന്നേ ഒത്തിരി ഇങ്ങനെ അടിച്ചു. ഈ തലയ്ക്ക് ഇവിടെ വെച്ച് ഒരു പൊട്ടൽ പോലെ തോന്നുന്നു. എന്നിട്ട് അവിടുന്ന് ബ്ലീഡിങ് വരാൻ തുടങ്ങി. ഇത് ചെറുത് വന്നാൽ മതി, അതിന് മുന്നേ പ്രശ്നമാവും എനിക്ക്. പിന്നെ അങ്ങനെ അതീനും രക്ഷപ്പെട്ടു. അതിലൊത്തിരി പ്രശ്നമായി. അതാണ് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ച് കൂടുതലായി പ്രശ്നമാകാൻ കാരണം. എന്നതിന് ശേഷം വീണ്ടും ഹോസ്പിറ്റലായി, വീണ്ടും അവർ എല്ലാം ഇട്ട് കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്തു. അതങ്ങ് കറക്റ്റായി വന്നു. അതിനെ തുടർന്ന് ചെറിയ തട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴിയുമായിരുന്നു. ഇവിടെ നമുക്ക് ഉച്ചയുടെ കുഴി പറഞ്ഞാൽ അത്രത്തോളം പ്രശ്നങ്ങളാണ്. പിന്നെ അതിനുശേഷം വന്നത് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റിൽ ചെറിയ നമ്മൾ പ്രേയറിന് പോയപ്പോൾ ചെറിയ തട്ട് ഇങ്ങനെ ഒരു വീട്ടിലിങ്ങനെ തട്ടിയതാണ് ഇറങ്ങുന്ന സമയം. അതോടുകൂടി അപ്പം ദൈവ ആലോചന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലം വാങ്ങുമെന്നുള്ളതും അത് ദൈവാലയം എന്നിട്ട് നാട്ടിലേക്ക് വരുമെന്നുള്ളതും ആലോചന. അങ്ങനെ ദൈവാത്മാവ് കാണിച്ചു തന്നതുപോലെ അവിടെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചർച്ചിന് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ അവിടെ പ്രവൃത്തി സമയത്ത് എല്ലാം കൂടി 19 പേര് അവിടെ സ്നാനപ്പെട്ടു. പിന്നെ ഇപ്പോഴും അവിടെ ചർച്ച് നന്നായ രീതിയിൽ അവസരങ്ങൾ വരുന്ന സ്ഥലത്ത് ചർച്ച നടക്കുന്നുണ്ട്. അവിടെ ബിൽഡിംഗ് ആയി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം പാസ്സാക്കിയായിരുന്നു. അതങ്ങനെ ചെയ്ത് ദേവദാസൻ അവിടെ ഒരു കുടുംബമായി ദൈവവേല ചെയ്യുന്നുണ്ട്. അങ്ങനെ ദൈവം എത്രത്തോളം നടത്തി. ഞങ്ങൾക്ക് എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അതിൽ 2 പേര്, ഒരാളില്ല, 1 വയസ്സും 3 മാസമായപ്പോഴത്തേക്ക് ഞാൻ ഹിമാചലിലായിരുന്നു. അവൾ മരിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ മരിച്ചു അടക്കം കഴിഞ്ഞ ശേഷമാണ് ഞാൻ അറിയുന്നത് തന്നെ. എൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്ന സമയത്തും ഞാൻ ഹിമാചലിലായിരുന്നു. അമ്മ മരിക്കുന്ന സമയത്ത് വളരെയധികം പ്രശ്നങ്ങളുണ്ട്. അമ്മയെ അടക്കാനൊന്നും ചേട്ടന്മാർ അനുവദിക്കുന്നില്ലായിരുന്നു. പിന്നെ അവസാനം പല പാസ്റ്റർമാരും നമ്മൾ ജിയിലെ പല നേതാക്കന്മാരും വന്നിട്ട് അവർ തിരിച്ചയച്ചു. അവസാനം പ്രശ്നങ്ങൾ പക്ഷേ അച്ഛൻ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ എങ്കിലും ചേച്ചി എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് അടക്കിയ സ്ഥലത്ത് എന്നെ അടക്കണം, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്കി. അങ്ങനെ പിന്നെ ചർച്ചയെ വിളിച്ച് അങ്ങനെ അവിടെ അടക്കുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്കൊരു മോളൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇല്ലായിരുന്നു, ഹിമാചലിലായിരുന്നു. അപ്പോൾ അമ്മ ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഫോണൊന്നും ഇല്ലായിരുന്നു. ഫോൺ വിളിച്ച സമയത്ത് കിട്ടാൻ ഞങ്ങൾ വീട്ടിൻ്റെ ഫോൺ ഇല്ലാത്ത സ്ഥലത്തായിരുന്നു. അത് വലിയൊരു മല ഭാഗത്തായിരുന്നുകൊണ്ട്. പക്ഷെ അന്ന് തന്നെ അറിഞ്ഞ് എൻ്റെ വീട്ടുകാരൻ എന്നെ വേറെ ഫോൺ ചെയ്തു. പിന്നെ വൈകുന്നേരത്തെ സ്ഥലത്ത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ അവിടെ യാത്ര തിരിച്ചു. പിന്നെ അങ്ങനെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് ഞാൻ നാട്ടിലില്ല, കാണാൻ പറ്റിയില്ല. എൻ്റെ മോള് മരിച്ച സമയത്തും ഞാൻ നാട്ടിലില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ എൻ്റെ മോന് ഇപ്പോഴും അവന് യൂറോപ്പിൽ MBA ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം അത്ഭുതകരമായി അവനെ അവിടെ പഠിക്കാനായിട്ടുള്ള സഹായം ചെയ്ത് നല്ല പഠിക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വന്നു. നല്ല ടോപ്പറായിട്ട് വരാനിടയായി. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പോൾ ഫസ്റ്റ് ഇയറിൽ ടോപ്പറായിരുന്നു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ.
ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ. എന്നിട്ട് രണ്ടാമത് പിന്നീട് സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലും ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ മൊബൈലാണ്. മൊബൈൽ വരുമ്പോൾ അവന് ഇതിൻ്റെ ഇത് വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മാർക്ക് കുറയ്ക്കും. അങ്ങനെ മാർക്ക് അങ്ങനെ ഇതിൽ കുറച്ച് മാർക്ക് കുറഞ്ഞെങ്കിലും എക്സാമിനേഷൻ നല്ല മാർക്ക് ഉള്ളത് കൊണ്ട് ഡിസ്റ്റിങ്ഷനോട് ഒരു പാസ്സായി. ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത സെക്കൻഡ് ഇയർ ആണ്. ഈ അടുത്ത മാസം 3-ാം തീയതി സെക്കൻഡ് ഇയർ ആയിരിക്കും. ക്ലാസ് തുടങ്ങുന്നുണ്ട്. ദൈവം വലിയ അത്ഭുതകരമായി ദൈവം നടത്തി. ഇത് അനേകം നമ്മൾ നടന്നുപോയ വഴികൾ ഇത്രയും സമയം കൊണ്ട് പറഞ്ഞെങ്കിലും അതിഭയങ്കരമായ നിലയിൽ ദൈവം ഞങ്ങളെ നടത്തി. കാരണം എന്ന് വെച്ചാൽ നിന്ദിക്കപ്പെട്ട നിലയിലാണെങ്കിലും മറ്റുള്ളവരെക്കാളും നല്ല ഉയർന്ന വിദ്യാഭ്യാസം മറ്റുള്ളവർ പഠിക്കാൻ പറ്റാത്ത നിലയിൽ എൻ്റെ മോനെ ദൈവം അങ്ങനെ ആക്കി വെച്ച് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ സ്ഥലത്ത് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ചെങ്കൊടി എന്ന സ്ഥലത്താണെങ്കിലും ഈ സ്ഥലവും പൈനിയറിങ്ങാണ്. ഞങ്ങൾ ഒരു ചർച്ച വന്നിട്ട് ഞങ്ങൾ എടുത്തില്ല, പൈനിയറിങ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. എവിടെയൊക്കെ ഞങ്ങൾ പോയോ അവിടെ ഒക്കെയും പൈനിയറിങ് ആണ്. അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ ഇതിപ്പം വാടകയ്ക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഞങ്ങൾ വീട് വെച്ചിട്ടൊന്നുമില്ല. എങ്കിലും ദൈവം ആ ഒരു സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തരുമെന്നുള്ള പരിപൂർണമായി നമ്മൾ അതിനു വേണ്ടി ഭയങ്കരമായ അങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നുമില്ല. ദൈവം അത്തക്ക സമയത്ത് ഒരുക്കും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള നിലയിലാണ് ഞങ്ങൾ ആ സ്ഥലത്തിന് വേണ്ടി ശ്രമിച്ചത്. ഞങ്ങൾക്ക് ലോണ് കിട്ടാനുള്ള ആ സമയം എൻ്റെ വൈഫ് ജോലി വിളിച്ച ഓഫീസ് ജോലിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോണും ശരിയായില്ല. തരാമെന്ന് പറഞ്ഞയാൾ ഒരു ബാങ്കാണ്, ആക്സിസ് ബാങ്കാണ്. ഇവിടുത്തെ മാനേജർ അവിടെ മാറി കിട്ടാതെ പോയി. പക്ഷേ എങ്കിൽ ഞങ്ങൾ വീട് അവിടെ നമുക്ക് വീടിന് വേണ്ടി സ്ഥലമായിട്ട് ചർച്ചിന് വേണ്ടി അത് ഞങ്ങൾ കൊടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ദൈവം അത്ഭുതകരമായി നടത്തി. എൻ്റെ സഹോദരന്മാർ ഇനി ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പം ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞത് എൻ്റെ ഭവനത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഞാൻ ചിലത് തരാം. അച്ഛനും അമ്മയും രക്ഷിക്കപ്പെട്ടു. പിന്നെ എൻ്റെ മൂത്ത ചേട്ടൻ്റെ മരുനാഥ് രക്ഷിക്കപ്പെട്ടു, മോൾ രക്ഷിക്കപ്പെട്ടു, കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർ നല്ല നിലയിൽ ആയിരിക്കുന്നു. AG പീറ്റർ പാസ്റ്റർ നമ്മുടെ സെക്കൻഡ് ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടാണ്. അവരുടെ ചർച്ചിൽ ഏകദേശം 10,000-ഓളം വിശ്വാസമുണ്ട് അവിടെ. ആ ചർച്ചിൽ പോകുന്നു. അതിൽ ചർച്ചിൽ ചില ഉത്തരവാദിത്തങ്ങളെല്ലാം കൊടുത്തു. അപ്പോൾ നല്ല ജോലി ചെയ്യുന്നുണ്ട്. ചില വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ബാങ്കിൽ ചില ജോലിയുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ചില ബിസിനസ്സുകളും ചെറുതായിട്ട് ചെയ്തു പോകുന്നു. അതിനോടൊപ്പം പിന്നെ ആക്റ്റീവായിട്ട് സുവിശേഷത്തിലും അവൻ നിലനിൽക്കുന്നുണ്ട്. അവരെ ഓർത്തും പ്രാർത്ഥിക്കുക. നിങ്ങളെ കേൾക്കുന്നവരായ ദൈവജനം, നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത്രയും സമയം ഈ സാക്ഷ്യത്തെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ തക്കവണ്ണം എനിക്ക് അവസരത്തെ ഇങ്ങനെ ഒരു സാക്ഷ്യം പബ്ലിക്കിൽ പല സ്ഥലത്തും വന്നു. ഞങ്ങൾ തെരുവ് യോഗങ്ങളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും തെരുവ് യോഗങ്ങൾ ഒത്തിരി നടത്തുവാൻ ഇനിയും ഇപ്പോഴും അങ്ങനെ തന്നെ തെരുവ് യോഗങ്ങളിൽ പോയി ഇതേപോലെ സാക്ഷ്യങ്ങൾ പറയും, പ്രസംഗിക്കും. സാക്ഷ്യമാണ് കൂടുതലും പ്രസംഗിക്കാൻ. നമുക്കൊരു ടീമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നു. ഈ സാക്ഷ്യം പലർക്കും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും കേൾക്കുന്ന പലർക്കും ഇതൊരു അനുഗ്രഹമായി തീരും. ഒരു കാര്യത്തിൽ പരിപൂർണമായിട്ട് നിങ്ങൾ ഉറപ്പാക്കണമെന്നുള്ളത്, യേശു മാത്രം ദൈവം എന്നുള്ളത് എൻ്റെ അറിവിൽ നിന്നാണ് ഞാൻ ദൈവത്തോടൊപ്പം നടക്കാൻ തുടങ്ങിയത്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഉത്തരമാണ്, യേശു മറുപടിയാണ്. നമ്മുടെ ഏത് ചോദ്യത്തിനും കർത്താവിൻ്റെ പക്കൽ ലോകത്തിൻ്റെയോ ജ്ഞാനികളുടെയോ വിവേകികളുടെയോ ഒരു ചോദ്യവും കർത്താവ് യേശുവിൻ്റെ മുമ്പിൽ രക്ഷിക്കുകയില്ല. അവൻ്റെ പക്കൽ എല്ലാത്തിനും ആൻസർ ഉണ്ട്. നമ്മളെ എല്ലാ ആവശ്യത്തിനും അവൻ്റെ പക്കൽ ഉത്തരമുണ്ട് എന്നുള്ളത് ഉറച്ച്. അതാണ് യോശുവോട് പറഞ്ഞ കാര്യം ഞാൻ പലപ്പോഴും ഓർക്കും. ഉറപ്പും ധൈര്യമുള്ളവൻ മാത്രമായിരിക്കും. ഉറപ്പും ധൈര്യമുള്ളവൻ, അതായത് കർത്താവിൻ്റെ പ്രോമിസ്,
ആ വചനം എല്ലാം സൃഷ്ടിച്ച വചനം, ആ വചനത്താൽ തന്നെ കർത്താവ് ഓർക്ക് സംസാരിക്കുന്നില്ല, അവന്റെ വായ അരുളി ചെയ്തത് നിവർത്തിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സർവശക്തിയുള്ള ദൈവം, അവന്റെ വാക്തത്വം എന്നേക്കും സ്ഥിരപ്പെട്ടിരിക്കും. അത് നമ്മുടെ മേൽ, നമ്മുടെ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ മറന്നു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ പ്രാർത്ഥിച്ച് എങ്ങനെ മടുക്കണമെന്നില്ല. ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നമുക്ക് തരുമെന്നുള്ള ഉറപ്പും, ആ ഉറപ്പ് വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരല്പം സമയം സ്തോത്രം ചെയ്യുക മാത്രം. മറ്റുള്ള ഏറ്റവും അധികം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത് മറ്റുള്ള നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, വ്യക്തമായി ഒരു പർട്ടിക്കുലറായി നമ്മൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി എവിടെ നമ്മൾ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യാം, എവിടെ എന്ത് നമുക്ക് വേണമെങ്കിലും വേല ചെയ്തുകൊണ്ട് നമുക്ക് സുവിശേഷ നല്ല ചെയ്യാം. ഒരു അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഞങ്ങൾ പിന്നെ UP-യിലെ ലക്നൌവിലായിരിക്കുമ്പോൾ അന്നത്തെ AG-യുടെ ഇന്ത്യയുടെ സൂപ്രണ്ട് പാസ്റ്റർ മോഹൻ, 10,000 പേര് അവിടെ വിശ്വാസികളുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ തമിഴ്നാട് ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അവിടുത്തെ ഒരു സ്റ്റഡി ക്ലാസ്സിന് വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ആ പ്രിൻസിപ്പൽ പറഞ്ഞൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ച് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്ത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, മോഹൻ പാസ്റ്റർ ചർച്ചിൽ ഒരു വിശ്വാസിയുണ്ട്, എഞ്ചിനീയറാണ്, ഗവൺമെന്റ് എഞ്ചിനീയറാണ്. അദ്ദേഹം രാവിലെ 6-7 മണി മുന്നേ വീട്ടിൽ പോകും, ഓഫീസ് സമയം വരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മേഖലകളെടുത്ത് അവിടെ സുവിശേഷം പറയും. ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ നേരത്തെ ഇറങ്ങി അവരുടെ ഓരോ വീടുകളിൽ ചെന്ന് സുവിശേഷം പറയും, കുടുംബമായിട്ട്. ഇങ്ങനെ ചില സമയങ്ങളിൽ ലീവ് എടുത്തു പോലും, ചില സമയങ്ങളിൽ ശനിയാഴ്ച ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കത്തില്ല, പുള്ളി ഇങ്ങനെ ഓരോ വീടുകളിൽ പോകും. 1 വർഷം കൊണ്ട് അദ്ദേഹം സുവിശേഷം പറഞ്ഞ് ചർച്ചിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തിയത് മോഹൻ പാസ്റ്റർ പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ തമിഴ്നാട് ബൈബിൾ AG-യുടെ തമിഴ് ബൈബിൾ കോളേജ്, തമിഴ്നാട് ബൈബിൾ കോളേജ് എന്ന് പറയും, അതിന്റെ പ്രിൻസിപ്പൾ പറഞ്ഞതാണ് 430 പേരെ സ്നാനപ്പെടുത്തി. ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ നമുക്ക് ദൈവവേല ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുകയോ ഒരു ബിസിനസ് ചെയ്യുകയോ ഒന്നും ഒരു തടസ്സമല്ല. ആത്മാക്കളെ നേടുന്നതിന് നമ്മുടെ ജോലിയോ നമ്മൾ ജോലി ചെയ്യുന്ന സമയമോ നമുക്ക് മറ്റൊരാളുടെ സുവിശേഷം പറയാനുള്ള സമയമോ ഒന്നും ഒരു തടസ്സമില്ല. ഞാൻ തന്നെ ഇപ്പോൾ അവസാനം ഇരുന്ന സ്ഥലത്ത് ഒരു ടീച്ചർ ഫാമിലി, 2 ഭാര്യയും ഭർത്താവും ടീച്ചറാണ്. അദ്ദേഹം അവിടെ 2 മണി കഴിയുമ്പോൾ നമ്മൾ വിടും. അവര് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സഹോദരൻ പല ടീച്ചർമാരടുത്ത് പല സ്ഥലങ്ങളിൽ സുവിശേഷം പറയും. എന്നിട്ട് എന്നെ കൂടെ കൊണ്ടുപോകും. ചണ്ഡീഗಢത്തുള്ളതാണ്, അവർ അടുത്തുള്ള ചർച്ചുകളിലാണ് അയപ്പിക്കുന്നത്. നമ്മൾ ചർച്ച ദൂരെ വരാനല്ല പറയുന്നത്. അദ്ദേഹം ഇന്നും അങ്ങനെ ദൈവവേല ചെയ്യുന്നു. എല്ലാ മാക്സിമം സമയങ്ങളും അദ്ദേഹം അവധിയുള്ള സമയങ്ങളെല്ലാം സുവിശേഷ വേല ചെയ്യുന്നു. നല്ല ശമ്പളം വാങ്ങുന്നു, ദൈവവേല ചെയ്യുന്നു, ആത്മാക്കളെ നേടുന്നു. ഒരു പാസ്റ്റർ മാത്രമേ ദൈവവേല ചെയ്യൂ ഫുൾ ടൈം എന്ന് പറഞ്ഞുകൊണ്ടല്ല, നമുക്ക് ദൈവവേല ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. നമുക്ക് ജീവിതത്തെ പ്രശ്നത്തിന് അതിന്റെ ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ സമയമുണ്ട്. സമയം തിരുവചനം പറയുന്നത് പോലെ തക്കത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ദൈവരാജ്യത്തിൽ നമുക്കും ദൈവസഭയ്ക്കും അനുഗ്രഹമാവും. ഇത്രയും സമയം അനുവദിച്ചു തന്ന ആരോമ TV-യിലെ പ്രിയപ്പെട്ട കർത്താവിന്റെ കൃഷ്ണദാസൻ, പ്രിയപ്പെട്ട ഡാനിയൽ ജോൺ എന്ന ദേവദാസൻ, ആ കുടുംബം, അവർ ചെയ്യുന്ന ശുശ്രൂഷ മേഖലകൾ എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതേപോലെ സാക്ഷ്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ട് സാക്ഷികളുടെ സമൂഹത്തിൽ ഒന്ന് ചേർന്ന് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട കർത്തദാസനെ ഇനി ധാരാളമായി കർത്താവ് ഈ മേഖലകളിലും മറ്റ് ശുശ്രൂഷ മേഖലകളിലും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും മനോഹരവുമായ ദിവസത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ദാസനോട് ഒരുമിച്ച് ഈ സമയം ചെലവഴിപ്പാനും അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ശുശ്രൂഷയുടെ എല്ലാ മേഖലകളിലും
കർത്താവെ, അവിടുന്ന് ഇത്രത്തോളം കൂടെ ഇരുന്ന് നടത്തിയ അങ്ങയുടെ അത്ഭുത കരത്തിനായി, അവിടുത്തെ തുളയ്ക്കപ്പെട്ട കരത്തിന്റെ വല്ലഭത്വം കർത്താവെ ഞങ്ങളെ എത്രത്തോളം ക്ഷമമായി നടത്തി അവിടുത്തെ തിരുവിതം ചെയ്യുവാൻ കർത്താവെ സ്തോത്രം. നീ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സർവമഹത്വവും സർവബഹുമാനവും പുകഴ്ചയും തരുന്നു. കർത്താവെ, നീ മതിയായ ദൈവം, നീ സർവവല്ലഭത്വമുള്ളവൻ. അങ്ങ് വിചാരിക്കുന്നതൊക്കെയും നിവർത്തിച്ചെടുപ്പാൻ അങ്ങ് പ്രാപ്തിയുള്ള ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അങ്ങയുടെ വചനം, കർത്താവെ സ്തോത്രം, അങ്ങയുടെ വചനം അത് കൽപ്പിക്കുന്നത് തന്നെ നിവർത്തിപ്പാൻ, കർത്താവെ അങ്ങയുടെ ഹിതം പോലെ അങ്ങ് അത് നിവർത്തിച്ചെടുപ്പാൻ മതിയായ ദൈവമാകിയാൽ സ്തോത്രം. ഈ വചനം കർത്താവെ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക്, കർത്താവെ അനേകർക്ക് അത് പ്രയോജനകരമായി തീരട്ടെ. അനേകർ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. അനേകർ പുതുജീവൻ പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ. പുതുബലം പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ. പ്രത്യേകാൽ മിനിസ്ട്രിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ കൃഷ്ണദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അവർ ചെയ്യുന്ന ശുശ്രൂഷ എല്ലാ മേഖലകളെയും സ്വർഗം അനുഗ്രഹിക്കണം. ദേവനെയും ദൈവകരങ്ങളിൽ താഴ്ത്തുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇതായിരിക്കുന്ന കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റുമായി കുഞ്ഞുകരങ്ങളിൽ താഴ്ത്തുന്നു. പ്രത്യേകിച്ച് നസ്രായിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നല്ല പിതാവേ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുരേന്ദർ അവറുകൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെ ദൈവം വിളിച്ചു വേർതിരിച്ച അത്ഭുതകരമായ അതിശയകരമായ അനുഭവങ്ങളും വഴികൾക്കുമായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നെറ്റ്വർക്കിന്റെ വളരെ ഏറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എങ്കിലും അതിൻ്റെ നടുവിലും കർത്താവ് തന്ന ആ നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ പറയുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവം തന്ന അത്ഭുതകരമായ വിടുതല്, ആ ഇരുട്ടിന്റെ പാപത്തിന്റെ ലോകത്തിന്റെ ആ താഴ്വരയിൽ നിന്ന് കർത്താവിന്റെ സ്നേഹത്തിന്റെ കൊടിമുടിയിലേക്ക്, ആ ക്രൂശിന്റെ സ്നേഹത്തിലേക്ക് കർത്താവ് കരം പിടിച്ചുയർത്തുവാൻ ദൈവത്തിന് തോന്നിയ മഹാമനസ്കതയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പലവിധമായ രോഗങ്ങൾ, മരണകരമായ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടപ്പോഴും അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ ക്രൂസിലെ സ്നേഹം അവിടെ വെളിപ്പെടുവാൻ കർത്താവ് തൊട്ട് അത്ഭുതകരമായി സൗഖ്യമാക്കുവാൻ കർത്താവ് സഹായിച്ചു. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ സുവിശേഷ ദൗത്യവുമായി പോയി കർത്താവിന് വേണ്ടി അനേക ആത്മാക്കളെ നേടുവാൻ, കർത്താവിന് വേലയിൽ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇപ്പോൾ തമിഴ്നാട്ടിലാക്കിയിരിക്കുന്നിടത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതവും കുടുംബജീവിതവും കർത്താവ് തന്നല്ലോ. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു എങ്കിലും ദൈവത്തിന്റെ വലിയ കൃപ ഇന്നും വഴി നടത്തുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗം കൃപ ചെയ്യട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശിഷ്യ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കായി പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com